മഴ തോരാതെ പെയ്യുന്ന കുരിശുമലയിലെ കറുത്ത രാത്രികളിൽ മഞ്ഞിൽ മൂടിയ പൈൻമരങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന കാറ്റിന് ഒരു പ്രതലവുമില്ലാത്ത പേടിയുടെ ആഴമുണ്ടായിരുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ആ ഗ്രാമത്തിലേക്ക് ഒരു ശാപദഗ്ധമായ യാത്രാന്ത്യം പോലെയാണ് ഇൻസ്പെക്ടർ ആന്റണി വന്നിറങ്ങിയത്. നഗരത്തിലെ സിറ്റി സർവീസിൽ നിന്ന് അടിയന്തരമായി സ്ഥലം മാറ്റം വാങ്ങിയെത്തുമ്പോൾ അതൊരു ശാന്തമായ മലയോര ഗ്രാമമായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. എന്നാൽ കുരിശുമലയുടെ കവാടം കടന്ന നിമിഷം മുതൽ അവിടെ തളം കെട്ടി നിന്ന ഏതോ ഒരു നിഗൂഢമായ നിശബ്ദത അവൻ്റെ മനസ്സിനെ അസ്വസ്ഥനാക്കാൻ തുടങ്ങിയിരുന്നു. പഴയ ബ്രിട്ടീഷ് കാലത്തിലെ വലിയ കൽബംഗ്ലാവുകളും പായൽ പിടിച്ച ചുവരുകളും കറുത്ത ഓടുകൾ മേഞ്ഞ വീടുകളുമായിരുന്നു ആ ഗ്രാമത്തിൻ്റെ അടയാളം. ഉച്ചതിരിഞ്ഞാൽ പിന്നെ അവിടെ സൂര്യവെളിച്ചം വീഴാറില്ല. കനത്ത മഞ്ഞ് താഴേക്കിറങ്ങി വന്ന് എല്ലാം വിഴുങ്ങും. കൂടെ പെയ്യുന്ന തോരാത്ത മഴ ഗ്രാമത്തിലെ തെരുവുകളെ വിജനമാക്കും. ഗ്രാമവാസികളുടെ കണ്ണുകളിൽ എപ്പോഴും അപരിചിതരോടുള്ള ഒരുതരം ഭയവും സംശയവും പ്രകടമായിരുന്നു. ആരും ആരോടും അധികം സംസാരിക്കാറില്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ എല്ലാവരും ജനലുകളും വാതിലുകളും അടച്ച് അകത്തിരിക്കും. പിന്നീട് വരുന്നത് കൊടുങ്കാറ്റിൻ്റെയും മഴയുടെയും അലർച്ച മാത്രമാണ്. ഗ്രാമത്തിലെ ചെറിയ സബ് സ്റ്റേഷനിൽ ചുമതലയേറ്റ് 2-ാം ദിവസമാണ് ആ ക്രൂരമായ സംഭവം നടക്കുന്നത്. സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. സ്റ്റേഷന്റെ പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ ഒച്ചയിൽ പഴയ തടിവാതിലുകൾ അടഞ്ഞു തുറക്കുന്ന ശബ്ദം കേൾക്കാം. മേശപ്പുറത്തിരുന്ന പഴയ ലാൻഡ് ഫോൺ പെട്ടെന്ന് ഉറക്കെ ശബ്ദിക്കാൻ തുടങ്ങി. ഉറക്കം തൂങ്ങിയിരുന്ന കോൺസ്റ്റബിൾ ജോസഫ് ഞെട്ടിപ്പോയി. അയാൾ ഭയത്തോടെ റിസീവർ കയ്യിലെടുത്തു. ഹലോ, കുരിശുമല പോലീസ് സ്റ്റേഷൻ, ജോസഫ് പറഞ്ഞു. അപ്പുറത്തുനിന്ന് വരുന്നത് കനത്ത കാറ്റിൻ്റെ ശബ്ദവും ആരോ ഭയന്ന് വിറച്ച് കരയുന്ന ശബ്ദവുമായിരുന്നു. സാറേ, പള്ളി ഉപേക്ഷിക്കപ്പെട്ട പഴയ സെൻറ് മേരീസ് പള്ളി, അവിടെയാകെ രക്തമാണ്. ആരോ എന്നെ... സംസാരം പൂർത്തിയാകും മുൻപേ ഫോൺ വിച്ഛേദിക്കപ്പെട്ടു. കേവലം ഒരു തടസ്സത്തിൻ്റെ ശബ്ദം മാത്രം ശേഷിച്ചു. പോലീസ് ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ കനത്ത മഞ്ഞിനെ കീറിമുറിച്ച് മുന്നോട്ട് കുതിച്ചു. ജീപ്പിൻ്റെ സ്റ്റിയറിങ്ങിൽ ആന്റണിയുടെ കൈകൾ മുറുകി. തൊട്ടടുത്തിരുന്ന കോൺസ്റ്റബിൾ ജോസഫ് ഭയത്തോടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജോസഫ്, എന്താണ് ആ പഴയ പള്ളിയുടെ കഥ? ആന്റണി കണ്ണുകൾ റോഡിൽ നിന്ന് മാറ്റാതെ ചോദിച്ചു. സാറേ, അത് 50 വർഷം മുൻപ് ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിയാണ്. കുരിശുമലയുടെ അറ്റത്ത് കാടിനോട് ചേർന്നൊരു കൊമ്മിൾ നിൽക്കുന്നത് പോലെയാണത്. അവിടെ ആരും പോകാറില്ല. അതിനു ചുറ്റും സാത്താൻ്റെ ശാപമുണ്ടെന്നാണ് ഗ്രാമത്തിലുള്ളവർ പറയുന്നത്. രാത്രിയായാൽ അവിടെ നിന്ന് വിചിത്രമായ നിലവിളികൾ കേൾക്കാമെന്ന് ആളുകൾ പറയും. ജോസഫ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആന്റണി ഒന്നും മിണ്ടിയില്ല. അവൻ യുക്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളായിരുന്നു. ഭയവും അന്ധവിശ്വാസവും ആളുകളുടെ മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണെന്ന് അവൻ കരുതുന്നു. എന്നാൽ കുരിശുമലയുടെ അന്തരീക്ഷം അവൻ്റെ ആ യുക്തിയെ മെല്ലെ ഉടയ്ക്കാൻ തുടങ്ങിയിരുന്നു. ജീപ്പ് പഴയ പള്ളിയുടെ മുറ്റത്ത് ചെന്ന് നിന്നു. കൂറ്റൻ തടിവാതിലുകൾ തകർന്നു വീഴാറായ അവസ്ഥയിലായിരുന്നു. പള്ളിക്ക് ചുറ്റും കൂറ്റൻ പൈൻമരങ്ങൾ ഇരുട്ടിൽ രാക്ഷസന്മാരെ പോലെ കാവൽ നിൽക്കുന്നു. ആന്റണിയും ജോസഫും ടോർച്ച് വെളിച്ചത്തിൽ അകത്തേക്ക് നടന്നു. അകത്ത് കനത്ത ചെളിയുടെയും കാലപ്പഴക്കമുള്ള തടിയുടെയും അതിലുപരി അളപ്പുറവാക്കുന്ന രക്തത്തിൻ്റെയും മണം തങ്ങി നിന്നിരുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം പള്ളിയുടെ അൾത്താരയിലേക്ക് വീണപ്പോൾ ആന്റണിയുടെ ശ്വാസം നിലച്ചുപോയി. അവൻ്റെ മനസ്സ് ആദ്യമായി ഭയത്തിൻ്റെ വിറയലറിഞ്ഞു. അവിടെ കണ്ട കാഴ്ച ഏതൊരു മനുഷ്യൻ്റെയും രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിലെ കൽച്ചുവരിൽ ഒരു മനുഷ്യൻ്റെ ശരീരം ക്രൂരമായി തറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിലും ഭീകരമായ കാഴ്ച ആ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലായിരുന്നു എന്നതാണ്. ശരീരത്തിലെ രക്തം മുഴുവൻ ഒരു വലിയ നിഴൽ പോലെ ആ വലിയ ചൂരിൽ പറ്റിപ്പിടിച്ച് ഉണങ്ങിയിരിക്കുന്നു. കൊല്ലപ്പെട്ടയാളുടെ മുഖം ഭയത്തിൻ്റെ പരകോടിയിൽ ഉറഞ്ഞു പോയതുപോലെ വികൃതമായിരുന്നു. കൺപോളകൾ തുറന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഭീതിജനകമായത് ആ മൃതദേഹത്തിൻ്റെ നെഞ്ചിൽ മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് കൊത്തിവെച്ചിരുന്ന ആ വിചിത്രമായ ചിഹ്നമായിരുന്നു. തലതിരിഞ്ഞ ഒരു കുരിശും അതിനു ചുറ്റും 3 വശങ്ങളുള്ള ഒരു ത്രികോണവും. ദൈവമേ, ഇത് ഡാനിയലല്ലേ? ജോസഫ് അലറിക്കൊണ്ട് പിന്നോട്ട് മാറി.
ടോർച്ച് അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. ആരാണ് ഡാനിയൽ? ആന്റണി ചോദിച്ചു. ടോർച്ച് മൃതദേഹത്തിൻ്റെ മുഖത്തേക്ക് അടിച്ചു നിർത്തി. ഇവിടുത്തെ തദ്ദേശീയനായ ഒരു കർഷകനാണ് സാറേ. വളരെ പാവത്താൻ, ആരോടും ഒരു ശത്രുതയുമില്ലാത്തയാൾ. ഇവനെ ആരാണ് ഇത്ര ക്രൂരമായി? ജോസഫ് കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ആന്റണി മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു. അടുത്തേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിൽ അടിയറവ് പറയാത്ത ഏതോ ഒരു വിചിത്രമായ മണം ആന്റണി അനുഭവിച്ചു. അതൊരു പഴയ സുഗന്ധദ്രവ്യത്തിൻ്റെ മണമായിരുന്നു. റോസാപ്പൂക്കളുടെയും ഏതൊക്കെയോ ഉണങ്ങിയ വേരുകളുടെയും കൂടിച്ചേരൽ പോലെ ഒരു സുഗന്ധം. അത്രയും ക്രൂരമായ കൊലപാതകം നടന്ന സ്ഥലത്ത് കടുത്ത രക്തഗന്ധത്തിനിടയിലും ആ സുഗന്ധം വേറിട്ട് നിന്നു. പെട്ടെന്നാണ് പള്ളിക്കുള്ളിലേക്ക് ഒരാൾ കടന്നു വന്നത്. നീണ്ട കോട്ടും ഫോറൻസിക് ഉപകരണങ്ങളുടെ ബാഗും ധരിച്ച ഒരു യുവതി. ഡോക്ടർ റെബേക്ക, കുരിശുമലയിലെ ഏക ഫോറൻസിക് സർജൻ. ശാന്തവും എന്നാൽ കടുപ്പമേറിയതുമായ കണ്ണുകളുള്ള ഒരു സ്ത്രീ. ഇൻസ്പെക്ടർ ആന്റണി അല്ലേ? റെബേക്ക ആന്റണിയുടെ നേരെ കൈനീട്ടാതെ ചോദിച്ചു. അവളുടെ ശ്രദ്ധ അപ്പോൾ തന്നെ ആ മൃതദേഹത്തിലേക്ക് പോയിരുന്നു. അതെ ഡോക്ടർ റെബേക്ക, ഇതാണ് ഞാൻ പറഞ്ഞ കേസ്, ആന്റണി പറഞ്ഞു. റെബേക്ക മൃതദേഹത്തിനരികിലേക്ക് നീങ്ങി ഗ്ലൗസുകൾ ധരിച്ചു. ടോർച്ച് വെളിച്ചത്തിൽ മൃതദേഹം പരിശോധിക്കാൻ തുടങ്ങി. ഓരോ നിമിഷവും അവളുടെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നത് ആന്റണി ശ്രദ്ധിച്ചു. ഒരു വിദഗ്ധയായ ഡോക്ടറുടെ ആത്മവിശ്വാസത്തിന് പകരം അവളുടെ കണ്ണുകളിൽ അവിശ്വാസവും നേരിയ ഭയവും പടരുന്നത് അവൻ കണ്ടു. ഇതൊരു സാധാരണ കൊലപാതകമല്ല ഇൻസ്പെക്ടർ, റെബേക്ക പതുക്കെ പറഞ്ഞു. ഇയാളുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും നിമിഷങ്ങൾക്കുള്ളിൽ വറ്റിച്ചെടുത്തിരിക്കുകയാണ്. ഈ ചുവരിലെ രക്തത്തിൻ്റെ പടർച്ച കാണൂ. ഇതാരോ തളിച്ചതല്ല. ഇയാളുടെ ശരീരത്തിൽ നിന്നും ഏതോ വലിയ സമ്മർദ്ദം കാരണം രക്തം പുറത്തേക്ക് തെറിച്ച് വീണതാണ്. ഒരു മനുഷ്യൻ്റെ ശക്തി കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെന്താണ് പറഞ്ഞു വരുന്നത് ഡോക്ടർ? ഏതെങ്കിലും മൃഗമാണെന്നാണോ? അതോ? ആന്റണി സംശയത്തോടെ ചോദിച്ചു. മൃഗവുമല്ല, റെബേക്ക നിഷേധാർത്ഥത്തിൽ തലയാട്ടി. മൃഗങ്ങൾ ഇത്രയും കൃത്യതയോടെ നെഞ്ചിൽ ഇങ്ങനെയൊരു ചിഹ്നം കൊത്തിവെക്കില്ല. ഇതൊരു മനുഷ്യൻ്റെ ബുദ്ധിയും എന്നാൽ മനുഷ്യസാധ്യമായതിലും അപ്പുറമുള്ള ഏതോ ക്രൂരമായ ശക്തിയും ചേർന്ന് ചെയ്തതാണ്. റെബേക്ക മൃതദേഹത്തിന് സമീപത്തു നിന്നും എന്തോ ചെറിയ ഒന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി എടുത്തു. പിന്നെ ഈ മണം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, ആന്റണി പറഞ്ഞു. ഒരു പ്രത്യേകതരം സുഗന്ധം. ഇത് ലാവൻഡറിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒരു പ്രത്യേക കൂട്ടിൻ്റെ മണമാണ്. ഇംഗ്ലീഷ് ഭരണകാലത്ത് പ്രഭുക്കന്മാർ ഉപയോഗിച്ചിരുന്ന പഴയതരം സുഗന്ധദ്രവ്യം. ഈ കാലത്ത് ഇത് ലഭ്യമല്ല, റെബേക്ക പറഞ്ഞു. ആന്റണി പള്ളിയുടെ നാലുപാടും ടോർച്ചടിച്ച് നോക്കി. പള്ളിയുടെ ഇരുണ്ട കോണുകളിൽ കറുത്ത നിഴലുകൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. പെട്ടെന്ന് പള്ളിയുടെ മുകളിലെ മണിമന്ദിരത്തിൽ നിന്ന് വലിയൊരു ശബ്ദത്തോടെ മണി മുഴങ്ങാൻ തുടങ്ങി. അരനൂറ്റാണ്ടോളമായി മിണ്ടാതിരുന്ന ആ പഴയ പള്ളിമണി സ്വയം മുഴങ്ങാൻ തുടങ്ങിയതോടെ ജോസഫ് നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണു. ആന്റണി തോക്കു കയ്യിലെടുത്ത് മണിമന്ദിരത്തിലേക്ക് ഓടിക്കയറി. ഇടുങ്ങിയ കൽപ്പടവുകൾ കയറി മുകളിലെത്തിയ അവൻ ടോർച്ച് അടിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മണിമരം കാറ്റിൽ ആടുകയായിരുന്നില്ല, മറിച്ച് ആരോ അത് വലിച്ചു മുഴക്കിയതുപോലെ കയർ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇരുണ്ട മുറിയുടെ തറയിൽ പച്ചയായ രക്തത്തിലെഴുതിയ ഒരു വാചകം ആന്റണി കണ്ടു. അന്തിമവിധി തുടങ്ങിയിരിക്കുന്നു. അതിനിടയിൽ വീണ്ടും അതേ സാത്താനിക് ചിഹ്നം. ആന്റണി താഴേക്ക് തിരിച്ചെത്തുമ്പോൾ റെബേക്ക നിശബ്ദയായി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് കടുത്ത ചിന്താകുലതയുണ്ടായിരുന്നു. സാർ, നമുക്കിവിടെ നിന്ന് പോകാം. ഈ ഗ്രാമം ശാപഗ്രസ്തമാണ്. ഇവിടെ എന്തൊക്കെയോ തരം ദുഷ്ടശക്തികൾ ജീവിക്കുന്നുണ്ട്, ജോസഫ് അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. ഇതൊരു മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ജോസഫ്, ആന്റണി കർശനമായി പറഞ്ഞു. ഏതോ ഒരു മാനസിക രോഗി അല്ലെങ്കിൽ അന്ധവിശ്വാസിയായ ഒരു കൊലപാതകി. അവൻ ആളുകളെ ഭയപ്പെടുത്താൻ സാത്താൻ്റെയും പ്രേതങ്ങളുടെയും പേരുപയോഗിക്കുന്നു, അത്രമാത്രം. എന്നാൽ ആന്റണിയുടെ ആ വാക്കുകൾ സ്വന്തം മനസ്സിനെ പോലും പൂർണ്ണമായി വിശ്വസിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആ രാത്രി മുഴുവൻ കുരിശുമലയിൽ പെയ്ത മഴയ്ക്ക് ചോരയുടെ നിറമുണ്ടായിരുന്നുവെന്ന് ഗ്രാമവാസികൾ പിന്നീട് പറഞ്ഞു. ആന്റണിക്കന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ പള്ളിയിലെ ആ കൽച്ചുവരും ശരീരത്തിൽ നിന്ന് വറ്റിച്ചെടുക്കപ്പെട്ട രക്തത്തിൻ്റെ പടർച്ചയും
ആ നിഗൂഢമായ ചിഹ്നവും മാത്രം തെളിഞ്ഞു നിന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ പഴയ രേഖകൾ പരിശോധിക്കാൻ ആന്റണി തീരുമാനിച്ചു. അവൻ ഗ്രാമത്തിലെ പ്രാദേശിക ഗൈഡും കുരിശുമലയുടെ ചരിത്രത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളുമായ മൈക്കിളിനെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. മൈക്കിൾ നടുറോഡിൽ കനത്ത കോട്ടും വിട്ടു നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭയം നിഴലിച്ചിരുന്നു. ഇൻസ്പെക്ടർ, മൈക്കിൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഡാനിയലിന് സംഭവിച്ചത് കേട്ടു. അത് അവൻ തന്നെയാണ്. അവന് മരണശിക്ഷ കൊടുത്തതാണ്. ആര്? ഡാനിയലിനെ കൊന്നത് ആരാണ് മൈക്കിൾ? ആന്റണി അവനെ ചേർത്തും പിടിച്ച് ചോദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമം നിറച്ച ഒരു കാലമുണ്ടായിരുന്നു. മൈക്കിൾ ചുറ്റും ഭയത്തോടെ നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. ഇവിടെ ഒരു സാത്താനിക് ആരാധനാ സംഘമുണ്ടായിരുന്നു. അവർ രക്തബലി നടത്തിയിരുന്നു. അന്ന് ആ സംഘത്തിന് നേതൃത്വം നൽകിയത് ഈ ഗ്രാമത്തിലെ ഒരു പ്രമുഖ കുടുംബത്തിലെ ആളായിരുന്നു. പക്ഷേ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് അവരെ ആ പഴയ പള്ളിയിലിട്ട് തീ കൊളുത്തി. അന്നവർ മരിക്കുന്നതിന് മുൻപ് ഒരു ശാപം നൽകിയിരുന്നു, ഈ ഗ്രാമത്തിലെ ഓരോരുത്തരെയായി വധിക്കുമെന്ന്. ഇതൊക്കെ കഥകളാണ് മൈക്കിൾ, ആന്റണി പറഞ്ഞു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ അതല്ലാത്ത ഏതോ മനുഷ്യനാണ്. എനിക്ക് നിന്റെ സഹായം വേണം. ആ പഴയ ചരിത്രത്തെക്കുറിച്ചും അന്നവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും നീ എനിക്ക് പറഞ്ഞു തരണം. മൈക്കിൾ ആന്റണിയുടെ കണ്ണുകളിലേക്ക് ഭയത്തോടെ നോക്കി. സാർ, ഈ അന്വേഷണത്തിൽ നിന്ന് പിന്മാറൂ. ഈ ഗ്രാമത്തിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ലാത്തവയാണ്. നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചാൽ... അവൻ വാചകം പൂർത്തിയാക്കിയില്ല. പെട്ടെന്ന് മൈക്കിളിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലിരുന്ന ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ഒരു മെസ്സേജ് വന്നതിൻ്റെ ടോണായിരുന്നു അത്. മൈക്കിൾ ഭയത്തോടെ നിറയ്ക്കുന്ന കൈകളോടെ ഫോൺ പുറത്തെടുത്തു. മെസ്സേജ് ബോക്സ് തുറന്ന അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഫോൺ തറയിലേക്ക് വീഴാൻ പോയി. ആന്റണി വേഗത്തിൽ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സ്ക്രീനിലേക്ക് നോക്കി. അതൊരു വോയിസ് സന്ദേശമായിരുന്നു. സന്ദേശത്തിന് താഴെ എഴുതിയിരിക്കുന്നു: നിന്റെ സമയം തുടങ്ങിയിരിക്കുന്നു, 10 മിനിറ്റ്. ആന്റണി ആ വോയിസ് സന്ദേശം പ്ലേ ചെയ്തു. ഫോണിൻ്റെ സ്പീക്കറിൽ നിന്ന് ഒഴുകിയെത്തിയത് നിറയ്ക്കുന്ന ഒരു സ്ത്രീ ശബ്ദത്തിൽ പാടുന്ന ഏതോ ഒരു പഴയ ലളിതഗാനമായിരുന്നു. ആ വരികൾ ഇങ്ങനെയായിരുന്നു: ഉറങ്ങൂ കുഞ്ഞെ ഉറങ്ങൂ, ഇരുട്ടിൻ്റെ നിഴലുകൾ വരുന്നു, ചോരയുടെ മണം വീശുമ്പോൾ നിന്റെ കണ്ണുകൾ അടയുന്നു. ആ പാട്ടിൻ്റെ ഈണം കേട്ട മാത്രയിൽ മൈക്കിൾ നിലവിളിച്ചുകൊണ്ട് തറയിലിരുന്നു. അവൻ്റെ തലച്ചോറിലെ ഏതോ ഭയത്തിൻ്റെ ഞരമ്പ് പൊട്ടുന്നത് പോലെ അവൻ സ്വന്തം തലയിൽ ശക്തിയായി അടിക്കാൻ തുടങ്ങി. ഇല്ല ഇല്ല, അക്കൂട്ടർ വരുന്നു. ആ പാട്ട് കേട്ടാൽ പിന്നെ 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് മാത്രം. മൈക്കിൾ നിലവിളിച്ചു. ആന്റണി ഞെട്ടിപ്പോയി. അവൻ്റെ കയ്യിലെ വാച്ചിലേക്ക് അവൻ നോക്കി. സമയം കൃത്യം രാവിലെ 10:15. ലളിതഗാനത്തിൻ്റെ വിചിത്രമായ ഈണം ആ റോഡിൽ പെയ്യുന്ന മഴയുടെ ശബ്ദത്തിനിടയിലൂടെ പ്രതിധ്വനിക്കാൻ തുടങ്ങി. കുരിശുമലയിലെ രണ്ടാമത്തെ ഇരയ്ക്കായുള്ള ഭീതിയുടെ കൗണ്ട് ഡൗൺ അവിടെ ആരംഭിക്കുകയായിരുന്നു. മൈക്കിളിൻ്റെ ഭ്രാന്തമായ നിലവിളി കുരിശുമലയുടെ വിജനമായ തെരുവിൽ അലയടിച്ചു. കനത്ത മഴയിൽ അവൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ കുതിർന്നു പോയിരുന്നു. ആന്റണി അവനെ ശക്തിയായി പിടിച്ചു കുലുക്കി. മൈക്കിൾ, നിയന്ത്രണം വിടരുത്, ഒന്ന് ശാന്തനാകും, ഞാനൊപ്പമുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ല, ആന്റണി ഉറക്കെ പറഞ്ഞു. പക്ഷേ മൈക്കിൾ കേൾക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അവൻ തൻ്റെ ഫോണിലെ ആ വോയിസ് സന്ദേശത്തിലേക്ക് ഭീതിയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇല്ല സാറേ, ഈ പാട്ട് കേട്ടാൽ പിന്നെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഡാനിയലിനും ഈ പാട്ട് വന്നിട്ടുണ്ടാകും. അവൻ അതാരോടും പറയാൻ നിൽക്കാതെ കൊല്ലപ്പെട്ടു. എനിക്ക് 10 മിനിറ്റേ ഉള്ളൂ. എൻ്റെ ചോരയും അവരാ ചൂരിൽ തളിക്കും. ആര് വരുന്നെന്നാണ് നീ പറയുന്നത്? വാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, അവിടെ നിനക്ക് പൂർണ്ണ സുരക്ഷയുണ്ടാകും. ആന്റണി മൈക്കിളിൻ്റെ കയ്യിൽ പിടിച്ച് പോലീസ് ജീപ്പിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. മൈക്കിൾ വിറയ്ക്കുന്ന വിരലുകളോടെ തൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം കുതിച്ചു പായുകയാണ്. 9 മിനിറ്റ് കൂടി മാത്രം. സ്റ്റേഷനിൽ പോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല സാറേ. അവരെയൊന്നും ഒരു ഭിത്തിക്കോ പൂട്ടുകൾക്കോ തടയാൻ കഴിയില്ല. അവർ മനുഷ്യരല്ല, അവർ കാറ്റാണ്. അവർ ചോര കുടിക്കുന്ന ആത്മാക്കളാണ്. മൈക്കിൾ ആന്റണിയുടെ കൈവെട്ടിച്ച് തെരുവിലൂടെ ഓടാൻ തുടങ്ങി. മൈക്കിൾ, നിൽക്കൂ! ആന്റണി അവൻ്റെ പിന്നാലെ ഓടി. കനത്ത മഞ്ഞും മഴയും കാഴ്ചയെ പൂർണ്ണമായും മറച്ചിരുന്നു. റോഡിൽ ജീവന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. വഴിയിലുടനീളമുള്ള വീടുകളുടെ ജനലുകളും വാതിലുകളും വരിവരിയായി അടഞ്ഞു കിടന്നു.
മൈക്കിളിൻ്റെ ഭയന്ന ഓട്ടവും നിലവിളിയും കേട്ടിട്ടും ഒരു ജനൽ പോലും തുറന്നില്ല. കുരിശുമലയിലെ ജനങ്ങൾക്കറിയാമായിരുന്നു, മരണത്തിൻ്റെ പാട്ട് മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റുവാങ്ങാൻ പോകുന്നയാളുടെ ഒപ്പം നിൽക്കുന്നത് സ്വന്തം നാശത്തെ ക്ഷണിച്ചു വരുത്തലാണെന്ന്. മൈക്കിളോടി തൻ്റെ വീടിന് മുന്നിലെത്തി. പഴയ ബ്രിട്ടീഷ് കാലത്തെ ഇരുണ്ടൊരു കൽബംഗ്ലാവായിരുന്നു അത്. അവൻ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി ആന്റണിയുടെ മുഖത്ത് നോക്കി വാതിൽ കൊട്ടിയടച്ചു. അകത്തുനിന്നും വലിയ തടിപ്പൂട്ടുകൾ വീഴുന്ന ശബ്ദം കേട്ടു. മൈക്കിൾ, വാതിൽ തുറക്കൂ, അകത്തിരിക്കുന്നത് കൂടുതൽ അപകടമാണ്. ആന്റണി വാതിൽ ശക്തിയായി മുട്ടി. സാറേ, ദയവായി പോകും. നിങ്ങളെൻ്റെ അടുത്ത് നിന്നാൽ നിങ്ങളും കൊല്ലപ്പെടും. എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ജീവിക്കണം. അകത്തുനിന്ന് മൈക്കിളിൻ്റെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടു. ആന്റണി വാച്ചിലേക്ക് നോക്കി. വോയിസ് സന്ദേശം വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി 5 മിനിറ്റ് മാത്രം. ആന്റണി തൻ്റെ സർവീസ് റിവോൾവർ കയ്യിലെടുത്തു. ചുറ്റും മരവിപ്പിക്കുന്ന നിശബ്ദത പടർന്നു. മഴയുടെ ശക്തി പെട്ടെന്ന് കുറഞ്ഞു. പകരം കാറ്റിന് വിചിത്രമായ ഒരു അലർച്ച വന്നു. അറ്റമില്ലാത്ത പൈൻമരങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന കാറ്റിൽ വീണ്ടും അതേ പാട്ടിൻ്റെ ഈണം കേൾക്കുന്നതായി ആന്റണിക്ക് തോന്നി. അവൻ പെട്ടെന്ന് തലയുയർത്തി നോക്കി. ഇരുണ്ട ആകാശത്തു നിന്ന് കറുത്ത മഞ്ഞ് പുക പോലെ തറയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. പെട്ടെന്ന് ആ അടിയറവ് പറയാത്ത മണം വീണ്ടും അന്തരീക്ഷത്തിൽ പടർന്നു. അതെ, ലാവൻഡറിൻ്റെയും ചന്ദനത്തിൻ്റെയും മിശ്രിതമായ പഴയ സുഗന്ധം. പള്ളിയിലെ കൊലപാതകം നടന്ന സ്ഥലത്ത് അനുഭവിച്ച അതേ ഗന്ധം. ആന്റണിയുടെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നു നിന്നു. അവൻ തോക്ക് മുന്നോട്ട് ചൂണ്ടി ബംഗ്ലാവിന് ചുറ്റും കണ്ണുകൾ പായിച്ചു. ആരാണോടെ? പുറത്തു വരൂ, അവൻ ഉറക്കെ അലറി. പക്ഷേ കാറ്റിൻ്റെ ഇരുമ്പലല്ലാതെ മറ്റൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. സമയം 10:24. ഇനി വെറും 1 മിനിറ്റ്. പെട്ടെന്ന് ബംഗ്ലാവിനുള്ളിൽ നിന്ന് മൈക്കിളിൻ്റെ അട്ടഹാസം കേട്ടു. അതൊരു സാധാരണ ഭയത്തിൻ്റെ നിലവിളിയായിരുന്നില്ല. ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്ന കടുത്ത വേദനയുടെയും ഭീതിയുടെയും അലർച്ചയായിരുന്നു. മൈക്കിൾ! ആന്റണി ബംഗ്ലാവിൻ്റെ വലിയ തടിവാതിലിലേക്ക് തൻ്റെ ശരീരം കൊണ്ട് ശക്തിയായി ആഞ്ഞു ചവിട്ടി. 2-3 ചവിട്ടിൽ വാതിലിൻ്റെ പൂട്ട് തകർന്നു. വാതിൽ തുറന്നു വീണതും അകത്തുനിന്ന് കടുത്ത കാറ്റ് ആന്റണിയുടെ മുഖത്തേക്ക് അടിച്ചു കയറി. അകത്ത മുറിയിൽ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ജനലിലൂടെ വരുന്ന മങ്ങിയ വെളിച്ചം മാത്രം. ആന്റണി അകത്തേക്ക് ഓടിക്കയറി. മൈക്കിൾ, എവിടെയാണ് നീ? അവൻ കേട്ടത് തറയിലെന്തോ വലിച്ചിഴക്കപ്പെടുന്ന ശബ്ദമാണ്. ആന്റണി തൻ്റെ ടോർച്ച് ഓൺ ചെയ്ത് വെളിച്ചം മുന്നോട്ടടിച്ചു. ആ കാഴ്ച കണ്ട ആന്റണിയുടെ കൈകൾ വിറച്ചു. മൈക്കിൾ തറയിൽ കടന്ന് പിടയുകയായിരുന്നു. അവൻ്റെ അടുത്ത് മനുഷ്യൻ്റെ കൈകൾ പോലെ ഒന്നുമില്ലായിരുന്നു. മറിച്ച് വായുവിലുയർന്ന ഏതോ ഒരു നിഗൂഢമായ ശക്തി അവനെ തറയിലൂടെ വലിച്ച് ചുമരിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. മൈക്കിളിൻ്റെ വസ്ത്രങ്ങൾ താനെ കീറിപ്പറിയുന്നു. അവൻ്റെ നെഞ്ചിൽ കാണപ്പെടാത്ത ഏതോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ചോരയിൽ വരകൾ വീഴാൻ തുടങ്ങി. അവനെ വിടൂ! ആന്റണി തോക്കെടുത്ത് വായുവിലേക്ക് വെടിവെച്ചു. വെടിവെച്ച മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മൈക്കിളിൻ്റെ ശരീരം ചുമരിലേക്ക് ശക്തിയായി അടിക്കപ്പെട്ടു. അവൻ്റെ നെഞ്ചിൽ അതേ സാത്താനിക് ചിഹ്നം. തലതിരിഞ്ഞ കുരിശും ത്രികോണവും ഒഴുകി വരാൻ തുടങ്ങി. മൈക്കിളിൻ്റെ വായിൽ നിന്ന് ചോര തുപ്പി. അവൻ ആന്റണിയുടെ നേരെ കണ്ണുകൾ തുറന്നു പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ ജീവന്റെ അവസാന കണികയും മാഞ്ഞു പോവുകയായിരുന്നു. അവൾ വന്നു. മൈക്കിളിൻ്റെ തൊണ്ടയിൽ നിന്ന് ആ വാക്കുകൾ അവസാനമായി പുറത്തു വന്നു. അടുത്ത നിമിഷം മൈക്കിളിൻ്റെ ശരീരത്തിലെ രക്തനാടികൾ ഒന്നിച്ച് പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോര പുറത്തേക്ക് തെറിച്ച് ആ വലിയ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ ചുമരിൽ ഒരു കൂറ്റൻ നിഴൽ പോലെ പടർന്നു പിടിച്ചു. ആന്റണി സ്തംഭിച്ചു പോയി. അവൻ്റെ മുന്നിൽ വെച്ചാണ് അത് സംഭവിച്ചത്. ഒരു മനുഷ്യനും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ചുമരിലേക്ക് പടർന്ന രക്തത്തിൻ്റെ നിഴലിന് നടുവിൽ മൈക്കിളിൻ്റെ നിർജീവമായ ശരീരം തറയിലേക്ക് പതിച്ചു. മുറിക്കുള്ളിൽ കടുത്ത ലാവൻഡർ സുഗന്ധം നിറഞ്ഞു നിന്നു. ആന്റണി തറയിൽ വിറച്ചുകൊണ്ട് ഇരുന്നു പോയി. യുക്തിയും ശാസ്ത്രവും മാത്രം വിശ്വസിച്ചിരുന്ന അവൻ്റെ തലച്ചോറിലേക്ക് ഭയത്തിൻ്റെ വിത്തുകൾ ആഴത്തിൽ പാകപ്പെട്ട നിമിഷമായിരുന്നു അത്. ഒരു വ്യക്തിയെ തൊടാതെ വായുവിൽ വെച്ച് എങ്ങനെ ഇത്രയും ക്രൂരമായി വധിക്കാൻ കഴിയും? പെട്ടെന്ന് മുറിയുടെ കോണിലൊരു കറുത്ത തുണി ആടിയതുപോലെ ആന്റണിക്ക് തോന്നി. അവൻ ഭ്രാന്തമായി ടോർച്ച് കൊണ്ടടിച്ചു. ആരാണവിടെ? അവൻ അലറി. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചുമരിൽ പറ്റിപ്പിടിച്ച രക്തത്തിൻ്റെ നിഴൽ മെല്ലെ ഉണങ്ങാൻ തുടങ്ങിയിരുന്നു. 10 മിനിറ്റിനുള്ളിൽ വാർത്ത ഗ്രാമത്തിലാകെ പടർന്നു.
ഭയന്ന ഗ്രാമവാസികളാരും തന്നെ പുറത്തിറങ്ങിയില്ല. പോലീസ് സംഘം സ്ഥലത്തെത്തി. ഫോറൻസിക് പരിശോധനയ്ക്കായി ഡോക്ടർ റെബേക്ക വീണ്ടും അവിടെ എത്തി. റെബേക്ക മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ആന്റണി ജനലിനടുത്ത് നിൽക്കുകയായിരുന്നു. അവൻ്റെ കൈകൾ ഇപ്പോഴും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. റെബേക്ക മൈക്കിളിൻ്റെ മൃതദേഹം പരിശോധിച്ചു. അല്പസമയത്തിനു ശേഷം അവൾ തലയുയർത്തി ആന്റണിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ കടുത്ത ആകുലതയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ആന്റണി, നിങ്ങളതൊക്കെ നേരിട്ട് കണ്ടതാണോ? റെബേക്ക പതുക്കെ ചോദിച്ചു. അതെ ഡോക്ടർ, ആന്റണി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ കണ്ണുകൾക്ക് മുന്നിലാണ് അവൻ കൊല്ലപ്പെട്ടത്. ആ മുറിയിൽ ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏതോ ഒരു ശക്തി അവനെ ചുമരിലേക്ക് അടിച്ചു. അവൻ്റെ നെഞ്ചിൽ ആ ചിഹ്നം കൊത്തിവെച്ചു. റെബേക്ക തൻ്റെ ഗ്ലൗസ് ഊരി മാറ്റി. ഞാൻ ഡാനിയലിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയാക്കി വരുമ്പോഴാണ് ഈ വാർത്ത കേട്ടത്. ഡാനിയലിൻ്റെ ശരീരത്തിലെ പോസ്റ്റ്മോർട്ടം ഫലങ്ങൾ എന്നെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മൈക്കിളിൻ്റെ കാര്യവും അത് തെളിയിക്കുന്നു. എന്താണ് ആ റിപ്പോർട്ടിലുള്ളത് ഡോക്ടർ? ആന്റണി ചോദിച്ചു. ഡാനിയലിൻ്റെ നെഞ്ചിലെ ആ മുറിവുകൾ, അത് വരുന്നത് ആയുധം കൊണ്ടല്ല. അതൊരു തരം ഉയർന്ന ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കോശങ്ങളെ തകർക്കുന്ന സാങ്കേതിക വിദ്യ കൊണ്ടാകാം. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത വിധം പെട്ടെന്നുണ്ടാകുന്ന അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വ്യതിയാനം കൊണ്ടാകാം. പക്ഷേ അതിനേക്കാൾ അത്ഭുതം, ഇരുവരുടെയും രക്തത്തിൽ ഏതോ പഴക്കമുള്ളൊരു കെമിക്കൽ ടോക്സിനുണ്ട്. അത് മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയെ തളർത്തുകയും ഭയത്തിൻ്റെ പരകോടിയിൽ ഹൃദയം സ്തംഭിപ്പിക്കുകയും ചെയ്യും. ആന്റണി റെബേക്കയെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഇതിനു പിന്നിൽ ശാസ്ത്രീയമായി ഒരു കൊലപാതക രീതിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആന്റണി, റെബേക്ക നെടുവീർപ്പോടെ പറഞ്ഞു. കാരണം ആ അന്തരീക്ഷ മർദ്ദം ഒരു നിമിഷം കൊണ്ട് ഒരു മുറിക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് നിലവിലെ സാങ്കേതിക വിദ്യയ്ക്ക് അപ്പുറമാണ്. അതിന് ഏതോ ഒരു നിഗൂഢമായ ശക്തിയുടെ സാന്നിധ്യം വേണം. കൂടാതെ ഈ 2 കൊലപാതക സ്ഥലത്തും കണ്ടെത്തിയ ആ ലാവൻഡർ സുഗന്ധം, അതെ, ആ മണം ഞാൻ ഇവിടെയും അനുഭവിച്ചു, ആന്റണി പറഞ്ഞു. അതൊരു മനുഷ്യൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നതല്ലേ? അതെ, പക്ഷേ ആരാണ് ആ മനുഷ്യൻ? റെബേക്ക ആലോചനയോടെ പറഞ്ഞു. കൊലപാതകത്തിന് തൊട്ടു മുൻപ് ഇവർക്ക് 2 പേർക്കും വന്ന ആ ഫോൺ സന്ദേശം, ആ ലളിതഗാനം, അതാരാണ് അയക്കുന്നത്? ആന്റണി തൻ്റെ പോക്കറ്റിൽ നിന്നും മൈക്കിളിൻ്റെ ഫോൺ പുറത്തെടുത്തു. ഈ പാട്ട് കുരിശുമലയിലെ പഴയൊരു ലളിതഗാനമാണ്. ഇത് കേട്ട് കൃത്യം 10 മിനിറ്റിനുള്ളിൽ കൊലപാതകം നടക്കുന്നു. കൊലയാളി തൻ്റെ ഇരകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലെങ്കിൽ, റെബേക്ക ഭയത്തോടെ പറഞ്ഞു. ആ പാട്ട് കേൾക്കുമ്പോൾ ഇരകളുടെ മനസ്സ് ഭയന്ന് തകരുകയാണ്. ആ ഭയമാണ് കൊലയാളിക്ക് വേണ്ടത്. ഭയം അവരുടെ ചോരയിൽ കെമിക്കൽ ടോക്സിൻ ഉത്തേജിപ്പിക്കുന്നു. ആന്റണിയും റെബേക്കയും ബംഗ്ലാവിന് പുറത്തേക്ക് ഇറങ്ങി. മഴ വീണ്ടും കനക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ഒരു കറുത്ത കാർ സ്റ്റേഷന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും പ്രായമായ ഒരു വ്യക്തി പുറത്തിറങ്ങി. വലിയ താടിയും ഭയപ്പെടുത്തുന്ന കണ്ണുകളുമുള്ള ഒരു വൃദ്ധൻ. ഗ്രാമത്തിലെ പഴയ പ്രമുഖനായ പീറ്റർ ആന്റണിയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇൻസ്പെക്ടർ, നിങ്ങൾ ഗ്രാമം വിട്ടു പോകണം. ഇത് മനുഷ്യരുടെ കളിയല്ല. കുരിശുമലയുടെ ശാപം ഉണർന്നിരിക്കുന്നു. ഏത് ശാപം? ആന്റണി ദേഷ്യത്തോട് ചോദിച്ചു. പഴയ സാത്താനിക് ആരാധനയുടെ കഥയാണോ നിങ്ങൾ പറയുന്നത്? പീറ്റർ ഭയത്തോടെ ചുറ്റും നോക്കി. അതൊരു കഥയല്ല ഇൻസ്പെക്ടർ. 50 വർഷം മുൻപ് ഈ നാടിനെ ചോരയിൽ മുക്കിയ ഒരു രാക്ഷസനിവിടെ ഉണ്ടായിരുന്നു, റൊസാലിയ. അവൾ സാത്താനെ ആരാധിച്ചിരുന്നു. അവളുടെ വീട്ടിൽ നിന്ന് രാത്രികളിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ഗ്രാമവാസികൾ ചേർന്ന് അവളെയും അവളുടെ അനുയായികളെയും ആ പള്ളിയിലിട്ട് കത്തിച്ചതാണ്. എരികു തീരുമ്പോൾ അവൾ ഒരു കാര്യം അലറി പറഞ്ഞു. പീറ്ററിൻ്റെ ശബ്ദം വിറച്ചു. തൻ്റെ ആത്മാവ് തിരികെ വരുമെന്നും അന്നവളെ കൊന്നവരുടെ തലമുറകളെ മുഴുവൻ ഈ ലളിതഗാനം പാടി കൊല്ലുമെന്നും. ആന്റണി ഞെട്ടിപ്പോയി. അന്നവളെ കൊന്നവരിൽ ഡാനിയലിൻ്റെയും മൈക്കിളിൻ്റെയും കുടുംബങ്ങളുണ്ടായിരുന്നു. പീറ്റർ ഉറക്കെ പറഞ്ഞു. ഡാനിയലിൻ്റെ അപ്പനും മൈക്കിളിൻ്റെ അച്ഛനുമാണ് അന്ന് പള്ളിക്ക് തീയിട്ടത്. ഇനി അടുത്തത് ആരാണെന്ന് ആർക്കും അറിയില്ല. കുരിശുമലയിലെ ഓരോ കുടുംബത്തിനും ഇതിൽ പങ്കുണ്ട്. പീറ്റർ തിരികെ നടന്ന് കാറിലേക്ക് കയറി വേഗത്തിൽ ഓടിച്ചു പോയി. ആന്റണി റെബേക്കയുടെ മുഖത്തേക്ക് നോക്കി. റെബേക്കയുടെ മുഖത്ത് വിളറിയ ഒരു ഭാവം പടർന്നിരുന്നു. റെബേക്ക, എന്തു പറ്റി? ആന്റണി ചോദിച്ചു. റെബേക്ക പതുക്കെ പറഞ്ഞു. ആന്റണി, എൻ്റെ കുടുംബവും എൻ്റെ മുത്തശ്ശനും 50 വർഷം മുൻപ് ഈ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്.
അന്ന് ആ പള്ളി കത്തിച്ചവരുടെ കൂട്ടത്തിൽ അവൾ വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് റബേക്കയുടെ കോട്ടിൻ്റെ പോക്കറ്റിലിരുന്ന ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി. സന്ദേശം വന്നതിൻ്റെ ആ പ്രത്യേക ടോൺ. ആന്റണിയും റബേക്കയും ഒരേ സമയം ആ ഫോണിലേക്ക് നോക്കി. റബേക്കയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ ഭയത്തോടെ ഫോൺ പുറത്തെടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നു. അതൊരു വോയിസ് സന്ദേശമായിരുന്നു. റബേക്കയുടെ വിറയ്ക്കുന്ന വിരലുകളിൽ നിന്ന് ഫോൺ താഴെ വീഴാൻ പോയി. ആന്റണി പെട്ടെന്ന് കൈനീട്ടി അവളുടെ ഫോൺ വാങ്ങി. സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നത് ആ ഭീതിജനകമായ സന്ദേശമായിരുന്നു. 10 മിനിറ്റ്. ആന്റണിയുടെ നെഞ്ചിൽ അടിയറവ് പറയാത്ത ഏതോ ഒരു ഭയം ആഞ്ഞടിച്ചു. അവൻ സന്ദേശത്തിൻ്റെ താഴെയുള്ള വോയിസ് ഫയലിൽ അമർത്തി. അതേ വിറയ്ക്കുന്ന പെൺശബ്ദത്തിലുള്ള ലളിതഗാനം അവിടെ വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. ലളിതഗാനത്തിൻ്റെ വിചിത്രമായ ഈണം അന്തരീക്ഷത്തിൽ പടർന്നതും ഡോക്ടർ റബേക്ക ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ പിന്നോട്ട് ചുവടുകൾ വെച്ചു. അവൾ തൻ്റെ നെഞ്ചിൽ കൈവച്ച് താഴേക്ക് ഇരുന്ന് പോയി. റബേക്ക, റബേക്ക എന്നെ നോക്കൂ. ആന്റണി അവളെ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, നമ്മളിതിനെ അതിജീവിക്കും. ആന്റണി, എൻ്റെ നെഞ്ചിലൊരു ഭാരം പോലെ, റബേക്ക വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് ശ്വാസം മുട്ടുന്നു. ആ മണം, ആ ലാവൻഡറിൻ്റെ മണം വീണ്ടും വരുന്നുണ്ട്. ആന്റണി ചുറ്റും നോക്കി. സമയം കൃത്യം 11:30. മഴ കൂടുതൽ ക്രൂരമായി പെയ്യാൻ തുടങ്ങിയിരുന്നു. ചുറ്റുമുള്ള പൈൻമരങ്ങൾ ശക്തിയായ കാറ്റിൽ ആടി ഉലഞ്ഞു. അന്തരീക്ഷത്തിലാകെ ലാവൻഡറിൻ്റെയും ചന്ദനത്തിൻ്റെയും കടുത്ത സുഗന്ധം നിറഞ്ഞു നിന്നു. വായുവിൽ പെട്ടെന്നുണ്ടായ തണുപ്പ് കനത്തു. ആന്റണിയുടെ വായിൽ നിന്ന് ശ്വാസമെടുക്കുമ്പോൾ പുകയുരാൻ തുടങ്ങി. സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യപദ്ധതി മാറ്റാം. റബേക്ക വാ. ആന്റണി അവളെ താങ്ങി പിടിച്ച് ജീപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വേണ്ട ആന്റണി, സ്റ്റേഷനിലേക്ക് പോയാൽ സുരക്ഷിതമല്ല, റബേക്ക ഭയത്തോടെ പറഞ്ഞു. എൻ്റെ ബംഗ്ലാവിലേക്ക് പോകും. അവിടെ എൻ്റെ ഗവേഷണ മുറിയുണ്ട്. ഇതിനെതിരെയുള്ള എന്തെങ്കിലും ഉത്തരം അവിടെ കാണും. ആന്റണി റബേക്കയെ ജീപ്പിൻ്റെ മുൻസീറ്റിലിരുത്തി സ്റ്റിയറിംഗ് കയ്യിലെടുത്ത് കാൽ ആക്സിലേറ്ററിൽ അമർത്തി. ജീപ്പ് ചെളിവെള്ളം തെറിപ്പിച്ച് റബേക്കയുടെ ബംഗ്ലാവിലേക്ക് കുതിച്ചു. റോഡിലെ കാഴ്ചകൾ പൂർണ്ണമായും മറയുന്ന വിധത്തിൽ കനത്ത മഞ്ഞാണ്. ജീപ്പിൻ്റെ ലൈറ്റുകൾ പോലും വഴി കാണിക്കാൻ പരാജയപ്പെട്ടു. ജീപ്പിൻ്റെ വൈപ്പർ പരമാവധി വേഗത്തിൽ പ്രവർത്തിച്ചിട്ടും വിൻസ്ക്രീനിൽ മഴവെള്ളം ഭീതിജനകമായ രീതിയിൽ തങ്ങി നിന്നു. വാച്ചിലേക്ക് നോക്കൂ ആന്റണി, എത്ര സമയം ബാക്കിയുണ്ട്? റബേക്ക കിതപ്പോടെ ചോദിച്ചു. ഇനി 6 മിനിറ്റ്, ആന്റണി പല്ലുകൾ ഞെരിച്ച് പറഞ്ഞു. അവൻ ജീപ്പിൻ്റെ വേഗത കൂട്ടി. പെട്ടെന്ന് ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിലേക്ക് കറുത്ത തുണി മൂടിയ ഒരു രൂപം ചാടി വീണു. ആന്റണി! റബേക്ക ഉറക്ക നിലവിളിച്ചു. ആന്റണി ബ്രേക്ക് ശക്തിയായി അമർത്തി. ജീപ്പ് വഴുവഴുപ്പുള്ള റോഡിലൂടെ തിരികെ നിന്നു. ജീപ്പിൻ്റെ എഞ്ചിൻ ഓഫായി. അന്തരീക്ഷത്തിൽ ടയറുകൾ കരിഞ്ഞ നാറ്റം നിറഞ്ഞു. ജീപ്പിൻ്റെ മുന്നിൽ നിന്ന് ആ കറുത്ത രൂപം മാഞ്ഞു പോയിരുന്നു. എന്തായിരുന്നു അത്? ആന്റണി തോക്കെടുത്ത് പുറത്തേക്ക് നോക്കി. പക്ഷേ പുറത്ത് കറുത്തയിലൊട്ടും കനത്ത മഴയും മാത്രം. സമയം പോകുന്നു ആന്റണി, 4 മിനിറ്റ് കൂടി. റബേക്ക നിലവിളിയുടെ വക്കിലെത്തി. ആന്റണി വീണ്ടും ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അല്പസമയത്തിനകം അവർ റബേക്കയുടെ ബംഗ്ലാവിന് മുന്നിലെത്തി. കാടിനോട് ചേർന്ന് നിൽക്കുന്ന പഴക്കം ചെന്ന വലിയൊരു കൽബംഗ്ലാവ്. ബംഗ്ലാവിന് ചുറ്റും വലിയ ഇലകളുള്ള മരങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ബംഗ്ലാവിനുള്ളിലേക്ക് ഓടിക്കയറി. ആന്റണി വലിയ തടിവാതിൽ അകത്തുനിന്ന് പൂട്ടി വലിയ കട്ടളക്കൊളുത്തുകൾ ഇട്ടു. സമയം 11:38. ഇനി വെറും 2 മിനിറ്റ്. ബംഗ്ലാവിനുള്ളിലെ വെളിച്ചം പെട്ടെന്ന് മിന്നിമറയാൻ തുടങ്ങി. ഫ്യൂസ് പോയതുപോലെ വിളക്കുകൾ അണഞ്ഞു. മുറിയിലാകെ കറുത്ത ഇരുട്ട് പടർന്നു. ആന്റണി ടോർച്ച് ഓൺ ചെയ്തു. റബേക്ക, എൻ്റെ പിന്നിൽ നിൽക്കും. റബേക്ക ആന്റണിയുടെ കോട്ടിൽ ഭയത്തോടെ മുറുകെ പിടിച്ചു. അവളുടെ വാച്ചിലെ സെക്കൻഡ് സൂചി അതിവേഗം കറങ്ങിക്കൊണ്ടിരുന്നു. 10 മിനിറ്റ് പൂർത്തിയാക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. പെട്ടെന്ന് ബംഗ്ലാവിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കനത്ത കാലടി ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ ബൂട്ടുകളിട്ട് നടക്കുന്നത് പോലെ തടികളുടെ തറയിലടിക്കുന്ന ആ കാലടി ശബ്ദം മെല്ലെ താഴ്ത്ത നിലയിലേക്ക് അവർ നിൽക്കുന്ന മുറിയിലേക്ക് അടുത്ത് വന്നു. അത് വരുന്നുണ്ട് ആന്റണി. റബേക്ക വിറച്ചു. പെട്ടെന്ന് മുറിയിലെ ജനൽ ചില്ലുകൾ ഒന്നിച്ച് തകർന്നു വീണു. കാറ്റും മഴയും മുറിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ചില്ലുകൾ ചിതറിത്തെറിച്ചപ്പോൾ ആന്റണി റബേക്കയെ ചേർത്ത് പിടിച്ച് തറയിലേക്ക് ആഞ്ഞു വീണു. കാറ്റിൻ്റെ ഇരമ്പിനിടയിൽ ഒരു അമാനുഷിക ശക്തി മുറിക്കുള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ ആന്റണിക്ക് തോന്നി. അന്തരീക്ഷത്തിലെ മർദ്ദം പെട്ടെന്ന് ക്രമാതീതമായി ഉയർന്നു.
ആന്റണിയുടെ കാതുകളിൽ വലിയ ഇരമ്പൽ ശബ്ദം കേൾക്കാൻ തുടങ്ങി. തലച്ചോറ് പൊട്ടിപ്പോകുന്നത്ര വേദന. റബേക്ക നിലവിളിച്ചുകൊണ്ട് കൈകൾ തലയിൽ വെച്ച് തറയിൽ കിടന്ന് പിടഞ്ഞു. റബേക്ക! ആന്റണി അലറി വിളിച്ചു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അജ്ഞാതമായ ഏതോ ഒരു ശക്തി അവൻ്റെ ശരീരത്തെ താഴേക്ക് അമർത്തിപ്പിടിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് രക്തത്തുള്ളികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. മുറിയുടെ ചുമരുകളിൽ ഭയപ്പെടുത്തുന്ന കാഴ്ച തെളിഞ്ഞു. ചുമരിലെ പ്ലാസ്റ്ററുകൾ സ്വയം അടർന്നു വീഴാൻ തുടങ്ങി. പകരം അവിടെ ചോരയുടെ പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ പാടുകൾ മെല്ലെ പടർന്ന് വീണ്ടും അതേ സാത്താനിക് ചിഹ്നത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. അതിനിടയിൽ ആന്റണിയുടെ ടോർച്ച് വെളിച്ചം മുറിയുടെ നടുവിലേക്ക് വീണു. അവിടെ ഇരുട്ടിൻ്റെ നടുവിൽ ഒരു കറുത്ത രൂപം നിന്നിരുന്നു. നീണ്ട കറുത്ത കുപ്പായം ധരിച്ച മുഖം മൂടിയ ഒരു രൂപം. ആ രൂപത്തിൻ്റെ കൈകളിൽ കട്ടിപ്പൊതിയുള്ള ഒരു പഴയ സുഗന്ധദ്രവ്യത്തിൻ്റെ കുപ്പിയുണ്ടായിരുന്നു. ആ രൂപത്തിൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ ചോര നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ആന്റണി സർവ്വശക്തിയും എടുത്ത് കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ആ രൂപത്തിന് നേരെ ചൂണ്ടി വെടിവെച്ചു. 3 വെടിയുണ്ടകൾ ആ രൂപത്തിൻ്റെ നെഞ്ചിലേക്ക് കുതിച്ചു പാഞ്ഞു. എന്നാൽ വെടിയുണ്ടകൾ ആ രൂപത്തിൽ തട്ടി നിലത്ത് വീഴുകയാണ് ഉണ്ടായത്. യാതൊരു ആഘാതവും ആ രൂപത്തിനുണ്ടായില്ല. ആ രൂപം മെല്ലെ കൈകൾ ഉയർത്തി. റബേക്കയുടെ ശരീരം വായുവിൽ ഉയർന്നു പൊങ്ങി. ആന്റണി, എന്നെ രക്ഷിക്കൂ! റബേക്ക വായുവിൽ കടന്ന് ശ്വാസമെടുക്കാൻ പിടഞ്ഞു. അവളുടെ കഴുത്തിൽ അദൃശ്യമായ ഒരു കയർ വരിഞ്ഞു മുറുകുന്നത് പോലെ തോന്നിച്ചു. അവളെ വിടൂ! ആന്റണി തറയിൽ നിന്നിഴഞ്ഞ് ആ രൂപത്തിന് നേരെ പാഞ്ഞു ചെന്നു. ആന്റണി ആ രൂപത്തിൻ്റെ വസ്ത്രത്തിൽ ശക്തിയായി പിടിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അതൊരു ശൂന്യമായ ആത്മാവായിരുന്നില്ല. ആ വസ്ത്രത്തിനടിയിൽ ശക്തമായ ഒരു മനുഷ്യ ശരീരമുണ്ടായിരുന്നു. ആന്റണി ആ കറുത്ത രൂപവുമായി തറയിൽ കെട്ടിപ്പുരണ്ടു. ശക്തിയേറിയ ഒരടി ആന്റണിയുടെ മുഖത്ത് പതിച്ചു. ആന്റണി തെറിച്ചു വീണു. എന്നാൽ ആ പോരാട്ടത്തിനിടയിൽ ആന്റണിയുടെ കൈകൾ ആ രൂപത്തിൻ്റെ മുഖത്തെ മുടിയിൽ ഉടക്കി. ആന്റണി ആ മുടി ശക്തിയായി വലിച്ചൂരിയെടുത്തു. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആന്റണി ആ വില്ലൻ്റെ മുഖം കണ്ടു. ആന്റണിയുടെ ശ്വാസം അവിടെ നിന്നുപോയി. അത് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചം ആ വില്ലൻ്റെ മുഖത്തേക്ക് പതിച്ചപ്പോൾ ആന്റണി ഞെട്ടിത്തരിച്ചു പോയി. ആ കറുത്ത മുടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഗ്രാമത്തിലെ പഴയ പ്രമുഖനായ പീറ്റർ ആയിരുന്നില്ല, മറിച്ച് ഡോക്ടർ റബേക്കയുടെ വിശ്വസ്തനായ ഫോറൻസിക് അസിസ്റ്റന്റ് ഡോക്ടർ തോമസ് ആയിരുന്നു. തോമസ്, നീയാണോ ഇത്? ആന്റണി അവിശ്വാസത്തോടെ അലറി. തോമസിൻ്റെ മുഖത്ത് ഭ്രാന്തമായ ഒരു ചിരി പടർന്നു. അവൻ്റെ കണ്ണുകളിൽ ക്രൂരത തഴച്ചു വളരുകയായിരുന്നു. ഇൻസ്പെക്ടർ ആന്റണി, നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിയുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ വളരെ വൈകിപ്പോയി. വായുവിൽ ഉയർന്നു നിന്നിരുന്ന റബേക്കയുടെ ശരീരം ശക്തിയായി തറയിലേക്ക് പതിച്ചു. അവൾ കടുത്ത കിതപ്പോടെ കഴുത്തിൽ കൈവച്ച് തറയിൽ ഇഴഞ്ഞു നീങ്ങി. തോമസ് തൻ്റെ കോട്ടിനുള്ളിൽ നിന്നും വിചിത്രമായ ഒരു ലോഹ ഉപകരണമെടുത്ത് ആന്റണിയുടെ നേരെ തിരിച്ചു. അതിൽ നിന്ന് വരാൻ തുടങ്ങിയ ഉയർന്ന ശബ്ദതരംഗം ആന്റണിയുടെ തലച്ചോറിലേക്ക് ആഞ്ഞടിച്ചു. ആന്റണിയുടെ കാതുകളിൽ നിന്ന് രക്തം വാർന്നു തുടങ്ങി. അവൻ തലയിൽ കൈവച്ച് നിലത്ത് വീണു. നിങ്ങൾ കരുതുന്നത് ഏതെങ്കിലും പ്രേതമോ ആത്മാവോ ആണോ ഇതൊക്കെ ചെയ്യുന്നതെന്നല്ലേ? തോമസ് ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾക്ക് മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ തളർത്താനും രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂട്ടി രക്തക്കുഴലുകൾ പൊട്ടിക്കാനും കഴിയും. ഡാനിയലും മൈക്കിളും ഇതിൻ്റെ ഇരകളാണ്. അവരുടെ ശരീരത്തിൽ ഞാൻ കുത്തിവെച്ച കെമിക്കൽ ടോക്സിൻ ഈ ശബ്ദതരംഗങ്ങളോട് പ്രതികരിക്കുമ്പോൾ മാത്രം പുറത്തേക്ക് തെറിക്കും. കാണുന്നവർക്ക് അതൊരു അമാനുഷിക ശക്തിയായി തോന്നും. എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? ആന്റണി കഠിനമായ വേദന കടിച്ചമർത്തി ചോദിച്ചു. പ്രതികാരം. തോമസിൻ്റെ ശബ്ദം ഗർജനമായി മാറി. 50 വർഷം മുൻപ് ഈ അന്ധവിശ്വാസികളായ ഗ്രാമവാസികൾ ചേർന്ന് ഈ പള്ളിയിലിട്ട് തീ കൊളുത്തിക്കൊന്ന റോസാലിയ, അവർ എൻ്റെ മുത്തശ്ശിയായിരുന്നു. അവർ സാത്താനിക് ആരാധകരല്ലായിരുന്നു. പകരം ഈ ഗ്രാമത്തിലെ പ്രകൃതിദത്തമായ മരുന്നുകളെക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞരായിരുന്നു. പക്ഷേ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അവരെ സാത്താൻ്റെ ആളുകളാക്കി മാറ്റി ക്രൂരമായി കൊന്നു. തോമസ് മെല്ലെ തറയിൽ കിടക്കുന്ന റബേക്കയുടെ അടുത്തേക്ക് നടന്നു. ഡാനിയലിൻ്റെയും മൈക്കിളിൻ്റെയും പൂർവികന്മാർ മാത്രമല്ല ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് റബേക്ക. നിന്റെ മുത്തശ്ശനുമുണ്ടായിരുന്നു അതിനു മുൻപന്തിയിൽ. റബേക്ക ഭയത്തോടെ പിന്നോട്ട് മാറി. തോമസ്, എനിക്കതിൽ പങ്കില്ല. പക്ഷേ നിന്റെ ചോരയിൽ ആ നീചൻ്റെ രക്തമുണ്ട്. തോമസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി പുറത്തെടുത്തു. അന്ന് ആ പള്ളിക്ക് തീയിട്ട 5 കുടുംബങ്ങളുടെയും വംശം ഞാൻ അവസാനിപ്പിക്കും.
ഈ ഗ്രാമത്തിലെ എല്ലാവരെയും ഭയത്തിന്റെ മുന്നിൽ നിർത്തി ഞാൻ വധിക്കും. തോമസ് കത്തി റബേക്കയുടെ നെഞ്ചിലേക്ക് ആഞ്ഞുകുത്താനാഞ്ഞു. പെട്ടെന്ന് തറയിൽ കിടന്ന ആന്റണി തന്റെ അവസാന ശക്തിയുമെടുത്ത് തോമസിന്റെ കാലുകളിൽ ശക്തിയായി ചവിട്ടി. തോമസ് തറയിലേക്ക് മറിഞ്ഞു വീണു. ആ ആഘാതത്തിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഇൻഫ്രാസൗണ്ട് ഉപകരണം ദൂരേക്ക് തെറിച്ചുപോയി തകർന്നു. തലച്ചോറിലെ കടുത്ത ഭാരം മാറിയതും ആന്റണി വേഗത്തിൽ എഴുന്നേറ്റ് തോമസിന്റെ കയ്യിലെ കത്തി തട്ടിപ്പറിച്ചു. രണ്ടുപേരും തറയിൽ കെട്ടിപ്പുരണ്ടു. തോമസ് ആന്റണിയുടെ കഴുത്തിൽ ശക്തിയായി അമർത്തി. ആന്റണി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. തൊട്ടടുത്ത് കിടന്ന കനത്ത മെഴുകുതിരിക്കാൽ കൈക്കലാക്കിയ റബേക്ക അതുപയോഗിച്ച് തോമസിന്റെ തലയുടെ പിൻഭാഗത്ത് ശക്തിയായി അടിച്ചു. തോമസ് രക്തം വാർന്ന് തറയിലേക്ക് വീണു. ആന്റണി കടുത്ത കിതപ്പോടെ എഴുന്നേറ്റ് തോമസിന്റെ കൈകൾ വലിച്ചു പൂട്ടി. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് കൈവിലങ്ങെടുത്ത് തോമസിന്റെ കൈകളിൽ അണിയിച്ചു. തീർന്നില്ല ആന്റണി. തോമസ് വായിൽ നിന്നും രക്തം തുപ്പിക്കൊണ്ട് വിചിത്രമായി ചിരിച്ചു. നിങ്ങൾ എന്നെ പിടിച്ചതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്. നീ എന്താണ് പറയുന്നത്? ആന്റണി അവനെ ഷർട്ടിൽ പിടിച്ചുയർത്തി. ഈ ഗ്രാമം മുഴുവൻ, ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യനും സാത്താന്റെ ഭയത്തിൽ ജീവിക്കുന്ന അന്ധവിശ്വാസികളാണ്. അവർക്ക് വഴികാട്ടുന്നത് പ്രമുഖനായ പീറ്ററാണ്. ഞാൻ ചെയ്തത് അവൻ്റെയും ആഗ്രഹമായിരുന്നു. അന്ന് റൊസാലിയയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് പീറ്ററിന്റെ കുടുംബം ആ കൊലപാതകം നടത്തിയത്. അവനിപ്പോഴും ഈ ഗ്രാമത്തെ ഭരിക്കുന്നത് ആ അന്ധവിശ്വാസം വെച്ചാണ്. തോമസ് ഉറക്കെ ചിരിച്ചു. പെട്ടെന്ന് ബംഗ്ലാവിന് പുറത്ത് വലിയൊരു ജനക്കൂട്ടത്തിന്റെ ബഹളവും തീപ്പന്തങ്ങളുടെ വെളിച്ചവും തെളിഞ്ഞു. ആന്റണിയും റബേക്കയും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കൈകളിൽ തീപ്പന്തങ്ങളും മരവടികളും ഏന്തിയ 50ഓളം ഗ്രാമവാസികൾ ബംഗ്ലാവിനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ജനക്കൂട്ടത്തിന് മുന്നിൽ പീറ്റർ നിൽക്കുന്നുണ്ടായിരുന്നു. കൊലയാളിയെ നമുക്ക് വിട്ടുതരൂ ഇൻസ്പെക്ടർ. പീറ്റർ പുറത്തുനിന്ന് മലറി. അവന്റെ രക്തം കുരിശുമലയുടെ മണ്ണിൽ വീണാൽ മാത്രമേ ഈ ശാപം അവസാനിക്കൂ. അവനെ പള്ളിയിൽ കൊണ്ടുപോയി ബലി കൊടുക്കണം. ഇല്ല, ആന്റണി പുറത്തേക്കിറങ്ങി നിന്ന് ഉറക്കെ പറഞ്ഞു. ഇത് ശാപമല്ല. ഇയാൾ ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊലപാതകങ്ങൾ ചെയ്ത ക്രിമിനലാണ്. ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിയമം ഈ കുരിശുമലയിൽ നടപ്പിലാകില്ല. ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ അലറി. അവർ ബംഗ്ലാവിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. ഗ്രാമവാസികൾ അന്ധവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു. തോമസ് പടർത്തിയ ഭയം അവരെ മൃഗങ്ങളെ പോലെയാക്കി മാറ്റിയിരുന്നു. അവർ ബംഗ്ലാവിന്റെ വാതിൽ തകർക്കാൻ മുന്നോട്ടാഞ്ഞു. റബേക്ക, തോമസിനെ കൊണ്ട് പിൻവാതിലിലൂടെ ജീപ്പിലേക്ക് ഓടും, ആന്റണി തോക്കുയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആന്റണി വായുവിലേക്ക് വെടിവെച്ച് ജനക്കൂട്ടത്തെ ഭയപ്പെടുത്തി നിർത്താൻ ശ്രമിച്ചു. അതിനിടയിൽ റബേക്കയും ആന്റണിയും ചേർന്ന് പരിക്കേറ്റ തോമസിനെ വലിച്ച് പിൻവാതിലിലൂടെ പുറത്തിറക്കി ജീപ്പിലിട്ടു. ആന്റണി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് കനത്ത മഴയിലൂടെ കുതിച്ചു പാഞ്ഞു. പിന്നിൽ ജനക്കൂട്ടത്തിന്റെ ഭീതിജനകമായ അലർച്ചയും തീപ്പത്തങ്ങളുടെ വെളിച്ചവും മാഞ്ഞുപോയി. എന്നാൽ ജീപ്പ് മുന്നോട്ട് കുതിക്കുമ്പോൾ തോമസ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ആന്റണിയുടെ കാതിൽ പറഞ്ഞു, ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ രക്ഷിച്ചുവെന്ന് കരുതണ്ട. കാരണം പീറ്ററിന്റെ അടുത്ത ലക്ഷ്യം നിങ്ങളാണ്. അവൻ ഈ ഗ്രാമത്തിലെ യഥാർത്ഥ സാത്താനാണ്. അവന്റെ രഹസ്യങ്ങൾ അടങ്ങിയ ആ പഴയ പള്ളിയുടെ താഴത്തെ നിലയിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ നിങ്ങൾ ഇതുവരെ കാണാത്ത വലിയൊരു ഭീകരത കാണാം. കനത്ത മഴയിൽ ജീപ്പ് കുരിശുമലയിലെ വിജനമായ വനപാതയിലൂടെ മുന്നോട്ട് പാഞ്ഞു. ആന്റണിയും റബേക്കയും പരസ്പരം നോക്കി. അടുത്ത പോരാട്ടം അന്ധവിശ്വാസത്തിൽ മുഴുകിയ ഒരു നാടിനോടും അതിനെ ഭരിക്കുന്ന യഥാർത്ഥ വില്ലനായ പീറ്ററിനോടുമാണെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. കുരിശുമലയിലെ അന്തിമവിധി അവിടെ പകുതിയാവുകയായിരുന്നു. വനപാതയിലൂടെ പാഞ്ഞു പോകുന്ന ജീപ്പിന്റെ വിൻസ്ക്രീനിൽ മഴത്തുള്ളികൾ ശക്തിയെ പതിച്ചുകൊണ്ടിരുന്നു. വഴിയിലെ മരച്ചില്ലകൾ കൊടുങ്കാറ്റിൽ കൈകൾ വീശി അവരെ തടയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ജീപ്പിന്റെ പിൻസീറ്റിൽ കൈവിലങ്ങുകളോടെ കിടന്നിരുന്ന തോമസ് ഇടയ്ക്കിടെ വിചിത്രമായി ചിരിക്കുകയും അല്പസമയത്തിന് ശേഷം മയങ്ങിപ്പോവുകയും ചെയ്തു. ആന്റണി, തോമസ് പറഞ്ഞത് സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആന്റണിയെ നോക്കി റബേക്ക ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ ഭയവും അന്ധവിശ്വാസവും കലർന്നിരുന്നു. പീറ്റർ സാർ, ഇത്രയും കാലം ഗ്രാമത്തിന്റെ സംരക്ഷകനായി നിന്നയാൾ, 50 വർഷം മുമ്പ് നടന്ന ആ ദാരുണ സംഭവത്തിന് പിന്നിൽ ഇയാളാണെന്നോ? ആന്റണി സ്റ്റിയറിംഗിലെ പിടിമുറുക്കി. അവന്റെ കണ്ണുകൾ ഇരുണ്ട റോഡിൽ തറഞ്ഞിരുന്നു. റബേക്ക, ഈ ഗ്രാമത്തിൽ കണ്ട കാഴ്ചകളൊന്നും സാധാരണ മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷേ ഒന്നറിയാം, അന്ധവിശ്വാസവും ഭയവും വഞ്ചനയും കൂട്ടിക്കലർത്തി മനുഷ്യരെ ഭരിക്കാൻ ചിലർക്ക് വളരെ എളുപ്പമാണ്. തോമസ് ഒരു ഉപകരണമായിരുന്നെങ്കിൽ ആ ഭയത്തെ തന്നെ സ്വാർത്ഥതയാക്കി ഉപയോഗിച്ച യഥാർത്ഥ സൂത്രധാരൻ
പീറ്റർ തന്നെയാകാനാണ് സാധ്യത. പക്ഷേ അയാളെ ജനക്കൂട്ടത്തെ നമ്മുടെ നേരെ തിരിച്ചുവിട്ടു. റെബേക്ക വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഗ്രാമവാസികൾ ഇപ്പോൾ അന്ധമായ ഭ്രാന്തിലാണ്. അവർ കരുതിയിരിക്കുന്നത് തോമസിനെ ബലി കൊടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ശാപം മാറുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തോമസിനെ ഈ ഗ്രാമത്തിന് പുറത്തെത്തിച്ച് പോലീസിനെ കൈമാറേണ്ടത്. എന്നാൽ അതിനു മുൻപ് ആന്റണി അല്പനേരം നിശബ്ദനായി. തോമസ് പറഞ്ഞ ആ പഴയ പള്ളിയുടെ താഴത്തെ നില, അവിടെ എന്താണുള്ളതെന്ന് എനിക്കറിയണം. കാരണം ഈ കേസിൻ്റെ അന്തിമ തെളിവുകൾ അവിടെയുണ്ട്. ജീപ്പ് മെല്ലെ വഴിയരികിലേക്ക് ഒതുക്കി നിർത്തി. കാടിൻ്റെ നടുവിൽ കനത്ത മഞ്ഞിൻ്റെ മറവിൽ ജീപ്പ് ഓഫായി. പുറത്തിറങ്ങി ചുറ്റും നോക്കിയ ആന്റണി തോമസിന്റെ ബോധം പൂർണ്ണമായും മറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. റെബേക്ക, നീ ജീപ്പിൽ തന്നെ നിൽക്കും. ഞാൻ തോമസിനെയും കൊണ്ട് ജീപ്പിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാൻ വഴിയുണ്ടാക്കാം. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ മെയിൻ റോഡിലേക്ക് എത്തണം. പക്ഷേ ഗ്രാമവാസികൾ എല്ലാ റോഡുകളും തടഞ്ഞിട്ടുണ്ടാകും. ഇല്ല ആന്റണി, ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല, റെബേക്ക ഉറപ്പിച്ച് പറഞ്ഞു. തോമസ് പറഞ്ഞ ഇൻഫ്രാസൗണ്ട് സാങ്കേതികവിദ്യയും കെമിക്കൽ ടോക്സിനും അതിനെക്കുറിച്ചൊരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ആ പള്ളിയിലേക്ക് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനും കൂടെ വരും. ആന്റണി റബേക്കയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ഭയമില്ലായിരുന്നു, മറിച്ച് സത്യം പുറത്തു കൊണ്ടുവരാനുള്ള കടുത്ത തീരുമാനമായിരുന്നു. ശരി, ആന്റണി സമ്മതിച്ചു. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. പീറ്ററിൻ്റെ ആളുകൾ ഗ്രാമത്തിലെമ്പാടും നമ്മളെ തിരയുന്നുണ്ടാകും. അവർ തോമസിനെ ബോധരഹിതനാക്കി ജീപ്പിന്റെ പിൻസീറ്റിൽ മറച്ചുവെച്ച് പോലീസിന്റെ സന്ദേശം അയക്കാനുള്ള വയർലെസ് ഉപകരണം കയ്യിലെടുത്തു. എന്നാൽ കനത്ത മഴയിലും മലനിരകൾക്കിടയിലും വയർലെസ് സന്ദേശങ്ങൾ ലഭ്യമായിരുന്നില്ല. സിഗ്നലുകൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. പുറം ലോകവുമായി അവർ വീണ്ടും ഒറ്റപ്പെട്ടു. കാട്ടുവഴിയിലൂടെ നടന്ന് അവർ പഴയ സെന്റ് മേരീസ് പള്ളിയുടെ പുറകുവശത്ത് എത്തിച്ചേർന്നു. രാത്രിയുടെ ഇരുട്ടിൽ ആ പഴയ പള്ളി വലിയൊരു ശവപ്പറമ്പ് പോലെ കിടക്കുകയായിരുന്നു. ഒന്നാമത്തെ കൊലപാതകം നടന്ന അതേ സ്ഥലം. അൾത്താരയിൽ ഉണങ്ങിപ്പിടിച്ച ഡാനിയലിന്റെ ചോരയുടെ മണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പിച്ചു. പള്ളിയുടെ പ്രധാന വാതിൽ തകർന്നു കിടക്കുകയായിരുന്നു. കാറ്റിൻ്റെ ഒച്ചയിൽ പഴയ ജനലുകൾ കിലങ്ങി. തോമസ് പറഞ്ഞത് താഴെയുള്ള നിലയെക്കുറിച്ചാണ്. ആന്റണി ടോർച്ചിന്റെ വെളിച്ചം തറയിലേക്കടിച്ച് മുന്നോട്ട് നടന്നു. പള്ളിയുടെ അൾത്താരയുടെ വലതുവശത്തായി പായൽ പിടിച്ച ഒരു വലിയ ഇരുമ്പ് വാതിൽ അവർ കണ്ടു. അതിൽ ഭാരമേറിയ പഴയ പൂട്ട് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ പൂട്ട് അടുത്ത കാലത്ത് ആരോ തുറന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. പൂട്ടിന് പുതിയ എണ്ണമയം കാണാമായിരുന്നു. ആന്റണി തൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത ചെറിയ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് ആ പൂട്ട് അനായാസമായി തുറന്നു. വാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. അകത്തുനിന്ന് ശ്വാസം മുട്ടിക്കുന്ന പഴക്കമുള്ള അഴുക്കിൻ്റെയും വീണ്ടും അതേ ലാവൻഡർ സുഗന്ധത്തിൻ്റെയും ഒരു മിശ്രിതമായ മണം പുറത്തേക്ക് ഇരച്ചു കയറി. ഈ മണം! റബേക്ക മൂക്ക് പൊത്തി. ഇത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പടവുകൾ താഴേക്ക് നീളുകയായിരുന്നു. ഇരുണ്ട നനവാർന്ന കൽപ്പടവുകൾ. ഓരോ പടിയും ഇറങ്ങുമ്പോൾ അന്തരീക്ഷത്തിലെ തണുപ്പ് കൂടിക്കൂടി വന്നു. കൽപ്പടവുകൾ അവസാനിച്ചത് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ രഹസ്യമുറിയിലായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചം ആ മുറിയിലാകെ ഓടിച്ച ആന്റണിയും റബേക്കയും അമ്പരപ്പോടെ നിന്ന് പോയി. ആ രഹസ്യമുറിയുടെ ചുമരുകളിൽ നിറയെ പഴയ ചിത്രങ്ങളും കടലാസുകളും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് 50 വർഷത്തെ കഥ പറയുന്ന വലിയൊരു തെളിവ് ശേഖരമായിരുന്നു. മുറിയുടെ നടുവിൽ ഒരു വലിയ മേശയുണ്ടായിരുന്നു. അതിനു മുകളിൽ നിരവധി രാസവസ്തുക്കളുടെ കുപ്പികളും തോമസ് ഉപയോഗിച്ചതുപോലെയുള്ള വിചിത്രമായ ലോഹ ഉപകരണങ്ങളും പഴയ ഡയറികളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. റബേക്ക മേശപ്പുറത്തിരുന്ന ഒരു പഴയ ഡയറി കയ്യിലെടുത്തു. അതിലെ താളുകൾ മറിച്ചു നോക്കിയ അവളുടെ കണ്ണുകൾ വിടർന്നു. ആന്റണി, ഇത് നോക്കൂ, റബേക്ക ഉറക്കെ വിളിച്ചു. ഇത് റൊസാലിയയുടെ ഡയറിയല്ല, ഇത് പീറ്ററിൻ്റെ അച്ഛൻ്റെ ഡയറിയാണ്. ആന്റണി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു. റബേക്ക വായിക്കാൻ തുടങ്ങി. 1976 ഓഗസ്റ്റ് 14 കുരിശുമലയിലെ വലിയ എസ്റ്റേറ്റും പള്ളിയുടെ വനഭൂമിയും സ്വന്തമാക്കാൻ റൊസാലിയെ വഴിയിൽ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. അവൾ തയ്യാറാക്കിയ പ്രകൃതിദത്ത ഔഷധക്കൂട്ടുകളെ വിഷമെന്നും സാത്താനിക് പൂജയെന്നും ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ചു. ജനങ്ങളുടെ അന്ധവിശ്വാസത്തെ ഇളക്കിവിട്ടു. അന്ന് പള്ളിക്ക് തീയിടുമ്പോൾ അവളുടെ അലർച്ച കേട്ട് ഗ്രാമം ഭയന്നു. പക്ഷേ ആ ഭയം ഞങ്ങൾ മുതലെടുത്തു. റൊസാലിയയുടെ സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങൾ കൈവശപ്പെടുത്തി. ഇനി ഈ രഹസ്യം പുറത്തു വരരുത്. ദൈവമേ! ആന്റണി കോപത്തോടെ അലറി. അപ്പോൾ സാത്താനിക് ആരാധന എന്നത് പീറ്ററിന്റെ കുടുംബം ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ കഥയായിരുന്നു. റൊസാലിയെയും അവളോട് അനുഭാവം കാണിച്ചവരെയും കൊന്നൊടുക്കി
സ്വത്ത് തട്ടിയെടുക്കാൻ അവർ നിർമ്മിച്ച കഥ. അതെ, റബേക്ക പറഞ്ഞു. എന്നാൽ തോമസ് ഇത് കണ്ടെത്തി. അവൻ തന്റെ മുത്തശ്ശിയായ റൊസാലിയയോട് ചെയ്ത അനീതിക്ക് പ്രതികാരം ചെയ്യാൻ ശാസ്ത്രത്തെ ഉപയോഗിച്ച് നാടകം കളിച്ചു. അവൻ ഇൻഫ്രാസൗണ്ടും കെമിക്കൽ ടോക്സിനും ഉപയോഗിച്ച് ഗ്രാമവാസികളെ വീണ്ടും ആ പഴയ ഭയത്തിലേക്ക് തള്ളിയിട്ടു. പക്ഷേ തോമസിന്റെ പ്രതികാരം പീറ്ററിന് വലിയൊരു അവസരമായി മാറി. ആന്റണി പറഞ്ഞു. ഈ കൊലപാതകങ്ങളിലൂടെ ഗ്രാമത്തിലെ പഴയ രഹസ്യങ്ങൾ അറിയാവുന്ന ഡാനിയലിനെയും മൈക്കിളിനെയും അവൻ ഇല്ലാതാക്കി. തോമസിനെ മുന്നിൽ നിർത്തി പീറ്റർ സ്വന്തം ശത്രുക്കളെ ഓരോരുത്തരായി തീർക്കുകയായിരുന്നു. പെട്ടെന്ന് ആ രഹസ്യമുറിയുടെ പടവുകളിൽ നിന്ന് കനത്ത കാലടി ശബ്ദങ്ങൾ കേട്ടു. ഒപ്പം നിരവധി ആളുകളുടെ ഭീതിജനകമായ അലർച്ചയും. ആന്റണിയും റബേക്കയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പടവുകൾ ഇറങ്ങി വരുന്നത് തീപ്പന്തങ്ങളേന്തിയ ജനക്കൂട്ടമായിരുന്നു. അവരുടെ മുന്നിൽ കയ്യിൽ വലിയൊരു തൂക്കുമായി സാക്ഷാൽ പീറ്റർ നിന്നിരുന്നു. പീറ്ററിന്റെ മുഖത്ത് പഴയ ഭയവിഹ്വലനായ ഗ്രാമത്തലവന്റെ ഭാവമായിരുന്നില്ല. അതിനു പകരം ക്രൂരവും ഭീകരവുമായ ഒരു വില്ലന്റെ ഭാവമായിരുന്നു. വളരെ നന്നായിരിക്കുന്നു ഇൻസ്പെക്ടർ ആന്റണി, പീറ്റർ ഉറക്കെ ചിരിച്ചു. നിങ്ങൾ അത്ഭുതകരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രഹസ്യങ്ങൾ പുറം ലോകം കാണില്ല. പീറ്റർ, ആന്റണി തന്റെ തോക്കുയർത്തി. നിന്റെ കളി അവസാനിച്ചു. ഈ തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഏത് തെളിവ്? പീറ്റർ പരിഹാസത്തോടെ ചോദിച്ചു. ഈ രഹസ്യമുറിയിൽ വെച്ച് പുതിയ കൊലപാതകിയെ പിടികൂടാൻ വന്ന ഇൻസ്പെക്ടറും ഡോക്ടറും ആ കൊലപാതകിയാൽ കൊല്ലപ്പെട്ടുവെന്ന് ഗ്രാമം വിശ്വസിക്കും. അത്രമാത്രം. പീറ്റർ തനിക്ക് പിന്നിൽ നിന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. നോക്കൂ ഗ്രാമവാസികളെ, ഇവർ സാത്താന്റെ അനുയായികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇവരെയും ആ കൊലപാതകിയെയും ഈ താഴ്ത്ത നിലയിലിട്ട് തീ കൊളുത്തണം. എന്നാൽ മാത്രമേ കുരിശുമലയ്ക്ക് രക്ഷയുള്ളൂ. അന്ധവിശ്വാസത്തിൽ മരവിച്ച ഗ്രാമവാസികൾ കൈകളിലെ തീപ്പന്തങ്ങൾ ഉയർത്തി ഭ്രാന്തമായി അലറാൻ തുടങ്ങി. പീറ്ററിന്റെ ഒരു വാക്ക് അവരുടെ ആജ്ഞയായിരുന്നു. ആന്റണിയാകെ പെട്ടുപോയി. തന്റെ തോക്കിൽ ഏതാനും വെടിയുണ്ടകൾ മാത്രമേയുള്ളൂ. മുന്നിൽ അന്ധരായ ഒരു വലിയ ജനക്കൂട്ടം. അടുത്ത നിമിഷം പീറ്ററിന്റെ ആജ്ഞപ്രകാരം ജനക്കൂട്ടം തീപ്പന്തങ്ങൾ രഹസ്യമുറിക്കുള്ളിലേക്ക് എറിയാൻ തുടങ്ങി. ഉണങ്ങിയ പഴയ തടി ഫർണിച്ചറുകളിലേക്ക് തീ പടർന്നു പിടിച്ചു. കനത്ത പുകയും തീയും ഉയർന്ന ആ രഹസ്യമുറിയിൽ ആന്റണിയും റബേക്കയും ജീവന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിലേക്ക് തള്ളപ്പെടുകയായിരുന്നു. രഹസ്യമുറിയിൽ ആളിപ്പടർന്ന തീനാളങ്ങൾ ഉണങ്ങിയ പഴയ തടികളിലേക്കും കടലാസുകളിലേക്കും അത്യുഗ്രമായി പടർന്നു പിടിച്ചു. കറുത്ത പുക മുറിയിൽ നിറഞ്ഞു നിന്നതോടെ ശ്വാസമെടുക്കാൻ കഴിയാതെ ആന്റണിയും റബേക്കയും ചുമയ്ക്കാൻ തുടങ്ങി. താഴത്ത നിലയിലെ ചെറിയ ജാലകത്തിലൂടെ പുറത്തേക്കൊഴുകാൻ ശ്രമിച്ച പുക കാറ്റടിച്ചപ്പോൾ വീണ്ടും അകത്തേക്ക് തന്നെ ഇരച്ചു കയറി. ആന്റണി, നമുക്ക് പുറത്തേക്ക് കടക്കാൻ വഴിയില്ല. റബേക്ക ചുമച്ചുകൊണ്ട് തറയിൽ വീണു. പുക കാരണം കണ്ണുകൾ നീറിപ്പുകഞ്ഞു. പീറ്ററും അന്ധവിശ്വാസികളായ ജനക്കൂട്ടവും മുകളിലെ കൽപ്പടവുകൾ കയറി വലിയ ഇരുമ്പുവാതിൽ പുറത്തുനിന്ന് അടച്ചു പൂട്ടിയിരുന്നു. അവരുടെ അലർച്ചയും വിചിത്രമായ മുദ്രാവാക്യങ്ങളും പള്ളിയുടെ തറനിരപ്പിൽ നിന്ന് ഇരമ്പിക്കേട്ടു. ധൈര്യമായിരിക്കും റബേക്ക, എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും. ആന്റണി ചുറ്റും കണ്ണുകൾ ഓടിച്ചു. തീജ്വാലകൾ പീറ്ററിന്റെ അച്ഛന്റെ പഴയ ഡയറിയും റൊസാലിയയുടെ തെളിവുകളും കരിച്ചു കളയാൻ തുടങ്ങി. അതിനിടയിൽ ആന്റണിയുടെ കണ്ണുകൾ മുറിയുടെ ഒരു മൂലയിലുള്ള പഴയ വലിയ തടിയലമാരയിൽ ഉടക്കി. അതിനു പിന്നിൽ ചുമരിൽ ഒരു ചെറിയ വിടവ് കാണാമായിരുന്നു. ആന്റണി സർവശക്തിയും എടുത്ത് ആ വലിയ തടിയലമാര വശത്തേക്ക് തള്ളി മാറ്റി. ആന്റണിയുടെ ഊഹം ശരിയായിരുന്നു. അലമാരയ്ക്ക് പിന്നിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കാട്ടിലേക്ക് തുറക്കുന്ന പഴയൊരു അടിയന്തര എസ്കേപ്പ് ടണൽ ഉണ്ടായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച രഹസ്യ വഴി. റബേക്ക, ഇങ്ങോട്ട് വരൂ, വേഗം. ആന്റണി റബേക്കയെ താങ്ങിപ്പിടിച്ച് ആ ഇടുങ്ങിയ തുരങ്കത്തിലേക്ക് തള്ളിക്കയറ്റി. തൊട്ടു പിന്നാലെ ആന്റണിയും തുരങ്കത്തിലേക്ക് കടന്ന് പിന്നിലെ കൽവാതിൽ കഴിയുന്നത്ര അടച്ചു പിടിച്ചു. തൊട്ടടുത്ത നിമിഷം രഹസ്യമുറിയിലെ തടിയലമാര കത്തിയമർന്ന് തറയിലേക്ക് തകർന്നു വീണു. ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ ആ തുരങ്കത്തിലൂടെ അവർ മുന്നോട്ടിഴഞ്ഞു നീങ്ങി. അല്പസമയത്തിനകം അവർ പള്ളിയുടെ പിൻവശത്തെ കാടുകൾക്കിടയിലേക്ക് എത്തിച്ചേർന്നു. കനത്ത മഴ അവരുടെ മുഖത്തേക്ക് അടിച്ചു വീണു. പുക ശ്വസിച്ചു പൊള്ളിയ തൊണ്ടയ്ക്ക് മഴവെള്ളമൽപ്പം ആശ്വാസം നൽകി. മലമുകളിൽ നിൽക്കുന്ന സെന്റ് മേരീസ് പള്ളിയുടെ ജനലുകളിലൂടെ തീനാളങ്ങളും പുകയും പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. പള്ളിയുടെ മുന്നിൽ പീറ്ററും ഗ്രാമവാസികളും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിയെന്ന ഭാവത്തോടെ തീപ്പന്തങ്ങൾ വായുവിൽ വീശി നൃത്തം ചെയ്യുകയായിരുന്നു. അവർ വിചാരിക്കുന്നത് നമ്മൾ അകത്ത് വെന്തു മരിച്ചു എന്നാണ്.
ആന്റണി കിതപ്പോടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അവർ നമ്മളെ തിരയില്ല. പക്ഷേ ജീപ്പിൽ കിടക്കുന്ന തോമസ്, അവനെ അവർ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നമുക്ക് വേഗം ജീപ്പിനടുത്തേക്ക് എത്തണം, റബേക്ക പറഞ്ഞു. ആന്റണി, തോമസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കെമിക്കൽ ടോക്സിൻ എന്തായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ആന്റണി റബേക്കയെ അമ്പരപ്പോടെ നോക്കി. എന്താണത്? അതൊരു അപൂർവതരം മഷ്റൂം എക്സ്ട്രാക്റ്റ് ആണ്. കുരിശുമലയിലെ കാടുകളിൽ മാത്രം വളരുന്ന ഡെവിൾസ് ഫംഗസ്. അത് വായുവിൽ കലരുമ്പോൾ മനുഷ്യരിൽ അമിതമായ ഭയവും ഹാലൂസിനേഷനും ഉണ്ടാകും. തുടർന്ന് ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ച് രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കും. തോമസ് ഈ വിഷം ഗ്രാമത്തിലെ കുടിവെള്ള സ്രോതസ്സിലോ മറ്റോ കലർത്തിയിട്ടുണ്ടാകാം. ആന്റണിയുടെ നെഞ്ചിൽ വീണ്ടും ഭയത്തിന്റെ തീജ്വാല പടർന്നു. അപ്പോൾ ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യനും ഇതിനോടകം ആ വിഷത്തിന്റെ ആഘാതത്തിലാണ്. ചെറിയൊരു ഭയം പോലും അവരുടെ രക്തക്കുഴലുകൾ പൊട്ടിത്തെറിക്കാൻ കാരണമാകും. അവർ വേഗത്തിൽ കാടുകൾക്കിടയിലൂടെ നടന്ന് ജീപ്പ് നിർത്തിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി. പക്ഷേ അവിടെ എത്തിയ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ജീപ്പിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു. പിൻസീറ്റിൽ തളർന്നു കിടന്നിരുന്ന തോമസിനെ കാണാനില്ല. ജീപ്പിന്റെ സ്റ്റിയറിംഗിലും ബോണറ്റിലും രക്തക്കറകൾ കാണാമായിരുന്നു. തോമസ് എവിടെ പോയി? റബേക്ക ചുറ്റും നോക്കി. തറയിൽ നനഞ്ഞ മണ്ണിൽ രണ്ടുപേരുടെ കാൽപ്പാടുകൾ കണ്ടു. ആരോ തോമസിനെ ജീപ്പിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ട് കാട്ടിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയിരിക്കുന്നു. പീറ്ററിന്റെ ആളുകളല്ല ഇത്, കാൽപ്പാടുകൾ പരിശോധിച്ചുകൊണ്ട് ആന്റണി പറഞ്ഞു. പീറ്ററിന്റെ ആളുകൾ പള്ളിയിലായിരുന്നപ്പോൾ മറ്റൊരു എവിടെ എത്തിയിരുന്നു. പെട്ടെന്ന് കാടിന്റെ ഉള്ളിൽ നിന്നും ദയനീയമായ ഒരു നിലവിളി കേട്ടു. തോമസിന്റെ ശബ്ദം. ആന്റണി തോക്ക് കയ്യിലെടുത്ത് കാട്ടിലേക്ക് ഓടി. റബേക്കയും അവന്റെ പിന്നാലെ പാഞ്ഞു. മരച്ചില്ലകൾ വകഞ്ഞു മാറ്റി അവർ മുന്നോട്ട് പോകുമ്പോൾ കാട്ടിനുള്ളിലെ ഒരു ചെറിയ തടി കൊണ്ടുള്ള കുടിലിന് മുന്നിൽ തോമസ് തറയിൽ കടന്ന് പിടയുന്നത് അവർ കണ്ടു. അവന്റെ നെഞ്ചിൽ ആ സാത്താനിക് ചിഹ്നം ഒഴുകി നിൽക്കുന്നു. അവന്റെ വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. തോമസിന്റെ മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ച മറ്റൊരു രൂപം നിൽക്കുന്നു. ആ രൂപം മെല്ലെ ആന്റണിയുടെ നേർക്ക് തിരിഞ്ഞു. ആരാണ് നീ? ആന്റണി അലറിക്കൊണ്ട് തോക്ക് ചൂണ്ടി. ആ രൂപം തലയിലെ മുഖം മൂടി മാറ്റിയപ്പോൾ ആന്റണിയും റബേക്കയും അക്ഷരാർത്ഥത്തിൽ തറഞ്ഞുപോയി. അത് ഗ്രാമത്തിലെ പോലീസുകാരനായ കോൺസ്റ്റബിൾ ജോസഫ് ആയിരുന്നു. ഇത്രയും കാലം ഭയന്ന് വിറച്ച് ആന്റണിയുടെ ഒപ്പം നടന്ന അതേ ജോസഫ്. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ രൗദ്രത നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ കയ്യിൽ ആ ഇൻഫ്രാസൗണ്ട് ഉപകരണത്തിന്റെ 2ാം പതിപ്പുണ്ടായിരുന്നു. ജോസഫ്, നീ? ആന്റണി വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. അതെ ഇൻസ്പെക്ടർ. ജോസഫ് ക്രൂരമായി ചിരിച്ചു. തോമസ് തനിച്ചാണ് ഈ കളി കളിച്ചതെന്ന് നിങ്ങൾ കരുതിയോ? തോമസിന് ശാസ്ത്രം അറിയാം. പക്ഷേ ഈ ഗ്രാമത്തിൽ ആ ശാസ്ത്രം നടപ്പിലാക്കാൻ പോലീസിന്റെ സഹായം വേണമായിരുന്നു. എന്തിനാണ് ജോസഫ് നീ തോമസിനോടൊപ്പം ചേർന്നത്? റബേക്ക ചോദിച്ചു. എന്തിനാണെന്നോ? ജോസഫ് ഭ്രാന്തമായി അലറി. 50 വർഷം മുൻപ് റൊസാലിയെ കൊന്ന കൂട്ടത്തിൽ എൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. പക്ഷേ പീറ്ററിൻ്റെ അച്ഛൻ എൻ്റെ കുടുംബത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്വത്തുക്കൾ തന്നില്ല. ഞങ്ങളെ ദരിദ്രരാക്കി മാറ്റി. തോമസ് എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രതികാരത്തിനുള്ള അവസരമാണെന്ന്. തോമസിനെ ഉപയോഗിച്ച് പീറ്ററിൻ്റെ സാമ്രാജ്യം തകർക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ജോസഫ് തോമസിലേക്ക് നോക്കി. പക്ഷേ തോമസ് സ്വയം റൊസാലിയുടെ ആത്മാവാണെന്ന് വിചാരിച്ച് കളി അതിരുകടക്കാൻ തുടങ്ങി. അവൻ എന്നെ പോലും വധിക്കാൻ പദ്ധതിയിട്ടു. അതുകൊണ്ട് ഇവന്റെ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. തറയിൽ കടന്ന തോമസ് അവസാന ശ്വാസവും വലിച്ച് മരിച്ചു വീണു. ജോസഫ് ഇൻഫ്രാസൗണ്ട് ഉപകരണം ആന്റണിയുടെ നേർക്ക് തിരിച്ചു. ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ കൂടി കൊന്ന് ഈ കുറ്റം മുഴുവൻ തോമസിന്റെ തലയിൽ കെട്ടിവെച്ചാൽ എനിക്ക് ഈ ഗ്രാമത്തിന്റെ പുതിയ നാഥനാകാം. ഉപകരണത്തിൽ നിന്നുയർന്ന ശബ്ദതരംഗങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ആന്റണിയുടെ തലച്ചോറിലേക്ക് കഠിനമായ ഭാരം ഇരച്ചു കയറി. അവൻ മുട്ടുകുത്തി നിലത്ത് വീണു. എന്നാൽ ഈ സമയം റബേക്ക ഭയപ്പെടാതെ തൻ്റെ കോട്ടിനുള്ളിൽ കൈവച്ചു. തോമസിന്റെ ലാബിൽ നിന്നും അവൾ എടുത്തു വെച്ച ഒരു പ്രത്യേക കെമിക്കൽ സ്പ്രേ അവളുടെ കയ്യിലുണ്ടായിരുന്നു. റബേക്ക മുന്നോട്ട് പാഞ്ഞു ചെന്ന് ആ സ്പ്രേ ജോസഫിന്റെ കണ്ണുകളിലേക്ക് ശക്തിയായി അടിച്ചു. ജോസഫ് കണ്ണുകൾ പൊത്തി നിലവിളിച്ചു. അവന്റെ കയ്യിൽ നിന്ന് ഇൻഫ്രാസൗണ്ട് ഉപകരണം തറയിലേക്ക് വീണു. ആന്റണി അവസരം മുതലാക്കി എഴുന്നേറ്റ് ജോസഫിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ജോസഫ് തറയിലേക്ക് വീണു. ആന്റണി അവനെ കൈവിലങ്ങുകളാൽ ബന്ധിച്ചു. പക്ഷേ കഥ എവിടെയും അവസാനിച്ചില്ല. ദൂരെ എവിടെയോ നിന്ന് വീണ്ടും ആ പഴയ ലളിതഗാനം മുഴങ്ങാൻ തുടങ്ങി. ഇത്തവണ അത് ഫോണിൽ നിന്നായിരുന്നില്ല. പകരം ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലേക്കും സ്ഥാപിച്ചിട്ടുള്ള
പൊതു അനൗൺസ്മെന്റ് സ്പീക്കറുകളിൽ നിന്നാണ് ആ പാട്ടുപാടി കേൾക്കുന്നത്. ലളിതഗാനം ഗ്രാമത്തിലാകെ പ്രതിധ്വനിച്ചു. പീറ്റർ തന്റെ അവസാനത്തെ ഭീകരമായ നീക്കം നടത്തുകയായിരുന്നു. ഗ്രാമവാസികളെ മുഴുവൻ ഹാലൂസിനേഷന്റെയും ഭയത്തിന്റെയും പരകോടിയിലെത്തിച്ച് ഒരു കൂട്ടകൊലപാതകത്തിന് പീറ്റർ കളമൊരുക്കുകയായിരുന്നു. ആന്റണി ജോസഫിനെ മരത്തിൽ ബന്ധിച്ചിട്ട് റബേക്കയുടെ കൈകളിൽ പിടിച്ചു. നമുക്ക് പീറ്ററിന്റെ കൺട്രോൾ റൂമിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ എല്ലാവരും കൊല്ലപ്പെടും. മഴയും കാറ്റും ആ ഭീതിജനകമായ രാത്രിയെ കൂടുതൽ ഭീകരമാക്കുമ്പോൾ അന്തിമയുദ്ധത്തിനായി ആന്റണിയും റബേക്കയും പീറ്ററിന്റെ ബംഗ്ലാവിലേക്ക് കുതിച്ചു. ഗ്രാമത്തിലെ വലിയ സ്പീക്കറുകളിൽ നിന്നും പടർന്നു പിടിച്ച ആ ഭീതിജനകമായ ലളിതഗാനം കാറ്റിന്റെ അകമ്പടിയോടെ കുരിശുമലയാകെ അലയടിച്ചു. അന്തരീക്ഷത്തിൽ കെമിക്കൽ ടോക്സിൻ സ്വാഭാവികമായി വ്യാപിച്ചിരുന്നതിനാൽ ആ പാട്ട് കേൾക്കുന്ന ഓരോ ഗ്രാമവാസിയുടെയും ഉള്ളിൽ മരണഭയം കനത്തു വന്നു. വീടുകൾക്കുള്ളിൽ അടച്ചിരുന്ന മനുഷ്യർ തലയിൽ കൈവച്ച് നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ രക്തസമ്മർദ്ദം ഉയരുകയും നാഡീവ്യൂഹങ്ങൾ തളരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആന്റണി, പീറ്റർ ഈ ഗ്രാമം മുഴുവൻ ഒരു ശ്മശാനമാക്കാൻ പോവുകയാണ്. കനത്ത മഴയിലൂടെ ഓടുന്നതിനിടയിൽ റബേക്ക കിതപ്പോടെ പറഞ്ഞു. ജനങ്ങളുടെ ഉള്ളിലെ ഭയം ക്രമാതീതമായി ഉയർന്നാൽ ഈ ഇൻഫ്രാസൗണ്ട് തരംഗങ്ങളില്ലാതെ തന്നെ അവരുടെ ഹൃദയം സ്തംഭിച്ചു പോകും. നമുക്ക് ആ പാട്ട് ആദ്യം നിർത്തണം. ആന്റണി തോക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് കുതിച്ചു. ഗ്രാമത്തിലെ പ്രധാന കൺട്രോൾ റൂമും സ്പീക്കർ ടവറും പീറ്ററിന്റെ വലിയ കൽബംഗ്ലാവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അവൻ അവിടെ കാണും. കാടുകൾക്കിടയിലൂടെയുള്ള കുറുക്കുവഴിയിലൂടെ അവർ പീറ്ററിന്റെ കൂറ്റൻ ബംഗ്ലാവിന് മുന്നിലെത്തി. പഴയ ബ്രിട്ടീഷ് വാസ്തുവിദ്യയിൽ പണിതുയർത്തിയ ആ ബംഗ്ലാവിന് ചുറ്റും കനത്ത കാവലുണ്ടായിരുന്നു. പക്ഷേ പീറ്ററിന്റെ പ്രധാന അനുയായികളെല്ലാം പള്ളി കത്തിച്ച സന്തോഷത്തിൽ അവിടെ തന്നെ നിലയുറപ്പിച്ചതിനാൽ ബംഗ്ലാവിന് ചുറ്റും ആളുകൾ കുറവായിരുന്നു. ബംഗ്ലാവിന്റെ പിൻവശത്തെ ചെറിയ ജനൽച്ചില്ല് തകർത്ത് ആന്റണിയും റബേക്കയും അകത്തേക്ക് കടന്നു. അകത്ത് കനത്ത നിശബ്ദതയായിരുന്നു. താഴത്തെ നിലയിലെ വലിയ ഹാളിൽ തിരികൾ കത്തുന്നുണ്ടായിരുന്നു. ചുമരുകളിൽ പഴയ സാത്താനിക് ചിഹ്നങ്ങൾക്ക് സമാനമായ കൊത്തുപണികളും പീറ്ററിന്റെ പൂർവികരുടെ വലിയ ചിത്രങ്ങളും തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു മൈക്രോഫോണിന്റെ തടസ്സ ശബ്ദം കേട്ടു. തുടർന്ന് പീറ്ററിന്റെ കടുപ്പമേറിയ ശബ്ദം സ്പീക്കറിലൂടെ പുറത്തു വന്നു. കുരിശുമലയിലെ ജനങ്ങളെ കേൾക്കൂ, സാത്താന്റെ കോപം നമ്മുടെ മണ്ണിൽ പടർന്നിരിക്കുന്നു. പോലീസും ഡോക്ടറും വരെ ആ തിന്മയുടെ ഭാഗമായി. അവർ പള്ളിക്കുള്ളിൽ വെന്തു മരിച്ചു. ഇനി ഈ നാടിന് രക്ഷ വേണമെങ്കിൽ, റൊസാലിയയുടെ ശാപം പൂർണ്ണമായും മാറണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലെ കുഞ്ഞുങ്ങളെയും സ്വത്തുക്കളും പള്ളിയുടെ ആൾത്താരയിലേക്ക് സമർപ്പിക്കും. ഞാൻ മാത്രമാണ് നിങ്ങളുടെ രക്ഷകൻ. നീചൻ! റബേക്ക ദേഷ്യത്തോടെ പല്ലുറമി. സ്വന്തം ലാഭത്തിനു വേണ്ടി ജനങ്ങളെ എത്രത്തോളമാണ് അവൻ വഞ്ചിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകണം, ആന്റണി പതുക്കെ പറഞ്ഞു. അവർ പടവുകൾ കയറി മുകളിലത്തെ നിലയിലെ പ്രധാന കൺട്രോൾ റൂമിന് മുന്നിലെത്തി. വലിയ തടിവാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് വലിയ ആംപ്ലിഫയറുകളും സന്ദേശമയക്കുന്ന സാങ്കേതിക ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. 50 വർഷം മുൻപ് ഗ്രാമത്തിൽ സ്ഥാപിച്ച അനൗൺസ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു അത്. മുറിക്കുള്ളിൽ പീറ്റർ മൈക്രോഫോണിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ അതേ ഇൻഫ്രാസൗണ്ട് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശക്തിയേറിയ ഉപകരണം തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. പീറ്റർ! ആന്റണി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി തോക്ക് അവന്റെ നേർക്ക് ചൂണ്ടി അലറി. നിന്റെ കളി ഇവിടെ അവസാനിച്ചു. കൈകൾ മുകളിലേക്ക് ഉയർത്തു. പീറ്റർ ഞെട്ടലോടെ തിരികെ നോക്കി. തീയിൽ വെന്തും മരിച്ചു എന്ന് കരുതിയ ആന്റണിയും റബേക്കയും തന്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത് കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. നിങ്ങളോ? നിങ്ങളെങ്ങനെ? പീറ്ററിന്റെ ശബ്ദത്തിൽ ആദ്യമായി ഭയത്തിന്റെ വിറയിൽ പടർന്നു. ഞങ്ങൾ ചത്തുകളയുമെന്ന് നീ കരുതിയ പീറ്റർ? റബേക്ക മുന്നോട്ട് വന്നു. നിന്റെ അച്ഛൻ റൊസാലിയയോട് ചെയ്ത അതേ വഞ്ചനയാണ് നീ ഈ ഗ്രാമത്തോടും ചെയ്യുന്നത്. ശാപത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള നിന്റെ തന്ത്രം ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു. പീറ്ററിന്റെ മുഖത്തെ ഞെട്ടൽ മെല്ലെ മാറി. പകരം ക്രൂരമായ ഒരു ഭ്രാന്തൻ ചിരി അവന്റെ ചുണ്ടുകളിൽ പടർന്നു. തീർന്നുവെന്ന് നിങ്ങൾ കരുതിയോ ഇൻസ്പെക്ടർ? പീറ്റർ വിചിത്രമായി ചിരിച്ചു. നിങ്ങൾ രണ്ടുപേർ രക്ഷപ്പെട്ടതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഈ പാട്ടിപ്പോൾ കുരിശുമലയിലെ ഓരോ വീടുകളിലും മുഴങ്ങുകയാണ്. ജനങ്ങളിപ്പോൾ ഭയത്തിന്റെ പരകോടിയിലാണ്. ഞാൻ ഈ കയ്യിലിരിക്കുന്ന ഇൻഫ്രാസൗണ്ട് സ്വിച്ച് അമർത്തിയാൽ മുഴുവൻ സ്പീക്കറുകളിൽ നിന്നും ഒരേ സമയം ഉയർന്ന തരംഗങ്ങൾ പുറത്തു വരും. ഈ ഗ്രാമത്തിലെ പകുതിയിലധികം ആളുകളുടെ രക്തക്കുഴലുകൾ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തെറിക്കും. അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. നീ അത് ചെയ്യില്ല പീറ്റർ. ആന്റണി തോക്കിന്റെ ട്രിഗറിൽ വിരലമർത്തി. നീ കൈയനക്കിയാൽ ഞാൻ വെടിവെക്കും.
വെടിവെക്കൂ ഇൻസ്പെക്ടർ, പീറ്റർ ഉറക്കെ അലറി. നിങ്ങൾ എന്നെ കൊന്നാലും ഈ ഉപകരണം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോൾ അതിൻ്റെ ടൈമർ ഓട്ടോമാറ്റിക്കായി ഓണാകും. അപ്പോഴും ആ തരംഗങ്ങൾ പുറത്തു വരും. ഈ നാട് മുഴുവൻ എൻ്റെ കൂടെ ചത്തൊടുങ്ങും. ആന്റണി തരിച്ചു നിന്നു. പീറ്റർ പറഞ്ഞത് സത്യമായിരുന്നു. ആ ഉപകരണത്തിൽ ഒരു എമർജൻസി ടൈമർ റെഡ് ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു. റെബേക്ക ആന്റണിയെ നോക്കി. രണ്ടുപേരുടെയും മനസ്സ് അതിവേഗം ചിന്തിക്കാൻ തുടങ്ങി. സമയം വളരെ കുറവായിരുന്നു, വെറും ഏതാനും സെക്കൻഡുകൾ മാത്രം. പെട്ടെന്ന് ബംഗ്ലാവിന് പുറത്തുനിന്ന് വലിയൊരു വെടിയൊച്ച കേട്ടു. ബംഗ്ലാവിന്റെ മുൻവശത്തെ വാതിൽ തകർന്നു വീഴുന്ന ശബ്ദവും കേട്ടു. പീറ്റർ അല്പം ശ്രദ്ധ തിരിഞ്ഞ് വാതിലിലേക്ക് നോക്കി. ആ ഒരു നിമിഷത്തെ അശ്രദ്ധ ആന്റണി മുതലാക്കി. ആന്റണി മുന്നോട്ട് പാഞ്ഞു ചെന്ന് പീറ്ററിന്റെ കയ്യിലിരുന്ന ഇൻഫ്രാസൗണ്ട് ഉപകരണത്തിലേക്ക് ആഞ്ഞു ചവിട്ടി. ഉപകരണം പീറ്ററിന്റെ കയ്യിൽ നിന്നും തെറിച്ച് തറയിലൂടെ ഉരുണ്ട് റെബേക്കയുടെ കാൽക്കലേക്ക് വീണു. റെബേക്ക വേഗത്തിൽ ആ ഉപകരണം കയ്യിലെടുത്ത് ചുമരിലേക്ക് ശക്തിയായി എറിഞ്ഞ് തകർത്തു. ഇല്ല! പീറ്റർ നിലവിളിച്ചുകൊണ്ട് ആന്റണിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. അവർ രണ്ടുപേരും കൺട്രോൾ റൂമിലെ മേശകളും സാങ്കേതിക ഉപകരണങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് തറയിലേക്ക് തെറിച്ചു വീണു. വയസ്സനായെങ്കിലും പീറ്ററിന് രാക്ഷസീയമായ ശക്തി ഉണ്ടായിരുന്നു. അവൻ ആന്റണിയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലും. പീറ്റർ ആന്റണിയുടെ നെഞ്ചിലേക്ക് വിരലുകൾ ആഴ്ത്താൻ ശ്രമിച്ചു. ആന്റണിക്ക് ശ്വാസം മുട്ടി. അവൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പടരാൻ തുടങ്ങി. എന്നാൽ ഈ സമയം റെബേക്ക കൺട്രോൾ റൂമിലെ പ്രധാന പവർ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൾ അവിടെ ഉണ്ടായിരുന്ന വലിയ മെയിൻ സ്വിച്ച് വലിച്ച് താഴേക്കിട്ട് ഓഫ് ചെയ്തു. ഒറ്റ നിമിഷം കൊണ്ട് ബംഗ്ലാവിലെയും ഗ്രാമത്തിലെയുമാകെ വൈദ്യുതി ബന്ധം നിലച്ചു. കുരിശുമലയിലെ സ്പീക്കറുകളിൽ നിന്ന് ഒഴുകിയിരുന്ന ആ ഭീതിജനകമായ ലളിതഗാനം പെട്ടെന്ന് നിന്നുപോയി. അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. സ്പീക്കറുകൾ നിശബ്ദമായതോടെ ഗ്രാമവാസികളുടെ തലച്ചോറിലെ മരവിപ്പ് മെല്ലെ കുറയാൻ തുടങ്ങി. ഹാലൂസിനേഷന്റെ ആഘാതത്തിൽ നിന്ന് അവർ പുറത്തു വരാൻ തുടങ്ങി. ഇരുട്ടിൽ ആന്റണി തന്റെ അവസാന ശക്തിയുമെടുത്ത് പീറ്ററിന്റെ വയറ്റിൽ ശക്തിയായി മുട്ടുകാലുകൊണ്ടടിച്ചു. പീറ്റർ വേദന കൊണ്ട് നിലവിളിച്ച് പിന്നോട്ട് മറിഞ്ഞു വീണു. ആന്റണി അവന് മീതെ കയറിയിരുന്ന് അവന്റെ കൈകൾ പുറകിലേക്ക് തിരിച്ച് വിലങ്ങണിയിച്ചു. പെട്ടെന്ന് കൺട്രോൾ റൂമിന്റെ വാതിൽ തുറന്ന് വലിയൊരു പോലീസ് സംഘം അകത്തേക്കരിച്ച് കയറി. ടോർച്ചുകളുടെ വെളിച്ചം പീറ്ററിന്റെയും ആന്റണിയുടെയും മുഖത്തേക്ക് വീണു. പോലീസ് സംഘത്തിന് മുന്നിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടും വലിയൊരു സായുധ സേനയും ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ആന്റണി, SP ഉച്ചത്തിൽ വിളിച്ചു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആന്റണി കിതപ്പോടെ എഴുന്നേറ്റ് നിന്നു. സാർ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ കാട്ടിൽ വെച്ച് ബന്ധിച്ച കോൺസ്റ്റബിൾ ജോസഫിനെ ഞങ്ങളുടെ ടീം കണ്ടെത്തിയിരുന്നു, SP പറഞ്ഞു. അവൻ്റെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് ഞങ്ങൾ അടിയന്തരമായി ഇങ്ങോട്ട് കുതിച്ചെത്തിയത്. മുഴുവൻ സത്യവും അവൻ തുറന്നു പറഞ്ഞു. തുടർന്ന് കട്ടിലിൽ കിടന്ന പീറ്ററിനെ പോലീസുകാർ വലിച്ചെഴുന്നേൽപ്പിച്ചു. നിന്റെ അധോലോകം അവസാനിച്ചു പീറ്റർ, SP പീറ്ററിനെ നോക്കി കർശനമായി പറഞ്ഞു. റൊസാലിയുടെ വധം മുതൽ ഈ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങൾ വരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പോലീസുകാർ പീറ്ററിനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോയി. ബംഗ്ലാവിന് പുറത്ത് മഴ പതുക്കെ കുറയാൻ തുടങ്ങിയിരുന്നു. ഇരുണ്ട മേഘങ്ങൾ മാറി ആകാശത്ത് നേരിയ വെളിച്ചം തെളിഞ്ഞു. ഗ്രാമവാസികൾ മെല്ലെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. പീറ്റർ കൈവിലങ്ങുകളോടെ പോലീസ് ജീപ്പിലേക്ക് കയറ്റപ്പെടുന്നത് അവർ വിശ്വാസം വരാതെ നോക്കി നിന്നു. അത്രയും കാലം തങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെയും ശാപത്തിൻ്റെയും പേര് പറഞ്ഞു ഭരിച്ചിരുന്ന യഥാർത്ഥ രാക്ഷസൻ പീറ്ററായിരുന്നുവെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. ഗ്രാമത്തിൽ പടർന്നു പിടിച്ച ഭയം മെല്ലെ മാഞ്ഞു തുടങ്ങി. ബംഗ്ലാവിൻ്റെ പടവുകളിൽ ആന്റണിയും റെബേക്കയും തളർന്നിരുന്നു. നമ്മളത് ചെയ്തു ആന്റണി, റെബേക്ക ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. കുരിശുമലയുടെ കറുത്ത രാത്രികൾ അവസാനിച്ചു. അതെ, ആന്റണി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് മനുഷ്യരുടെ അന്ധവിശ്വാസത്തെ മുതലെടുത്ത രണ്ടാളുകളുടെ കഥയാണിത്. പക്ഷേ സത്യാവസ്ഥ ഇപ്പോഴും പുറത്തു വരും. കുരിശുമലയിലേക്ക് പുതിയൊരു പുലരി മെല്ലെ ഇറങ്ങി വരികയായിരുന്നു. കഴിഞ്ഞ 50 വർഷമായി ഗ്രാമത്തെ മൂടിയിരുന്ന കനത്ത മഞ്ഞും മഴയും മാറി. മരങ്ങൾക്കിടയിലൂടെ നേർത്ത സൂര്യവെളിച്ചം തറയിലേക്ക് വീണു. എന്നാൽ പോലീസ് ജീപ്പ് പീറ്ററുമായി ഗ്രാമത്തിൻ്റെ അതിർത്തി കടന്നു പോകുമ്പോൾ ആന്റണിയുടെ പോക്കറ്റിലിരുന്ന ഔദ്യോഗിക ഫോൺ പെട്ടെന്ന് ശബ്ദിക്കാൻ തുടങ്ങി. സന്ദേശം വന്നതിൻ്റെ ടോൺ. ആന്റണി ഞെട്ടലോടെ ഫോൺ പുറത്തെടുത്തു. റെബേക്ക ഭയത്തോടെ അവനെ നോക്കി. ആന്റണി സ്ക്രീനിലേക്ക് നോക്കി. അറിയാത്ത ഒരു പുതിയ നമ്പറിൽ നിന്നാണ് ആ സന്ദേശം വന്നിരിക്കുന്നത്. അതൊരു വോയിസ് സന്ദേശമായിരുന്നു. താഴെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ വിചാരിക്കുന്നത് കളി അവസാനിച്ചു എന്നാണോ ഇൻസ്പെക്ടർ? റൊസാലിയുടെ യഥാർത്ഥ രക്തം
ഇപ്പോഴും കുരിശുമലയിൽ ജീവിച്ചിരിപ്പുണ്ട്. അന്തിമവിധി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ആന്റണിയും റബേക്കയും പരസ്പരം നോക്കി. കുരിശുമലയുടെ നിഗൂഢതകൾ പൂർണ്ണമായും അവസാനിച്ചിരുന്നില്ല. ശാപത്തിന്റെ 2-ാം അധ്യായം അവിടെ നിശബ്ദമായി ആരംഭിക്കുകയായിരുന്നു. ആന്റണിയുടെ കയ്യിലിരുന്ന ഫോൺ മരവിപ്പിക്കുന്ന ഒരു തണുപ്പോടെ താഴേക്ക് തൂങ്ങി. സ്ക്രീനിൽ മിന്നിമറയുന്ന ആ പുതിയ സന്ദേശം കണ്ട റബേക്കയുടെ മുഖത്തെ ആശ്വാസം നിമിഷ നേരം കൊണ്ട് വീണ്ടും ഭയത്തിന് വഴിമാറി. പീറ്ററിനെ കൊണ്ട് പോലീസിന്റെ വാഹനങ്ങൾ കുരിശുമലയുടെ കവാടം കടന്ന് ദൂരേക്ക് മറഞ്ഞു പോയിരുന്നു. എന്നാൽ അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ച തണുപ്പിന് ഇപ്പോഴും ചോരയുടെ മൂർച്ചയുണ്ടായിരുന്നു. ആന്റണി, ആരാണത്? റബേക്ക വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. പീറ്ററും തോമസും ജോസഫും. എല്ലാവരും പിടിയിലാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതല്ലേ? പിന്നെ ആരാണ് ഈ സന്ദേശം വഹിക്കുന്നത്? ആന്റണി മറുപടി പറയാതെ ആ വോയിസ് സന്ദേശത്തിൽ വിരലമർത്തി. ഇത്തവണ സ്പീക്കറിൽ നിന്നും ഒഴുകിയെത്തിയത് ആ പഴയ ലളിതഗാനമായിരുന്നില്ല. പകരം കട്ടികൂടിയ അഹങ്കാരത്തോടെയുള്ള ശബ്ദമായിരുന്നു. ഇൻസ്പെക്ടർ ആന്റണി, പീറ്റർ ഒരു വിഡ്ഢിയായിരുന്നു. റൊസാലിയുടെ പേരും ശാപവും സ്വന്തം സ്വാർത്ഥതയ്ക്കായി ഉപയോഗിച്ച ഒരു വൃത്തികെട്ട മനുഷ്യൻ. തോമസ് കേവലം പ്രതികാരദാഹിയായ ഒരു മൂഢനും. പക്ഷേ റൊസാലിയ ഉണ്ടാക്കി വെച്ച യഥാർത്ഥ വിനാശകരമായ ശക്തി എന്താണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. കുരിശുമലയിൽ 50 വർഷം മുൻപ് കുഴിച്ചു മൂടപ്പെട്ടത് ഒരു രഹസ്യം മാത്രമല്ല, ആ നാടിനെ മുഴുവൻ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശേഷിയുള്ള ഒരു രസതന്ത്രമാണ്. അതിപ്പോൾ എൻ്റെ കയ്യിലാണ്. സന്ദേശം അവിടെ അവസാനിച്ചു. ദൈവമേ! റബേക്ക തലയിൽ കൈവച്ചു. ഇതാരാണ്? റൊസാലിയുടെ രക്തമെന്ന് പറഞ്ഞാൽ? ആന്റണി ആലോചനയോടെ ചുറ്റും നോക്കി. റൊസാലിയയ്ക്ക് ഒരു മകനോ മകളോ ഉണ്ടായിരുന്നോ റബേക്ക? തോമസ് പറഞ്ഞത് അവൻ റൊസാലിയുടെ പേരക്കുട്ടിയാണെന്നാണ്. എന്നാൽ തോമസിന് പുറമെ മറ്റാരെങ്കിലും? എനിക്കറിയില്ല ആന്റണി. പക്ഷേ തോമസ് ഉപയോഗിച്ച ഡെവിൾസ് ഫംഗസ് എന്ന ആ മഷ്റൂം ടോക്സിൻ, അതിനേക്കാൾ അപകടകരമായ എന്തോ ഒന്ന് റൊസാലിയ വികസിപ്പിച്ചെടുത്തിരുന്നുവെന്ന് മുത്തശ്ശൻ പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു രാസായുധം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വായുവിൽ പടർന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യരുടെ ശ്വാസകോശം തകർന്നു പോകും. അപ്പോൾ ആ സന്ദേശം അയച്ചയാൾ പറയുന്നത് സത്യമാണ്. ആന്റണിയുടെ കണ്ണുകളിൽ കടുത്ത ഗൗരവം നിറഞ്ഞു. റൊസാലിയയുടെ ആ രഹസ്യ ഫോർമുല കൈക്കലാക്കിയ 4-മതൊരാൾ ഈ ഗ്രാമത്തിലുണ്ട്. അവൻ പീറ്ററിൻ്റെയും തോമസിൻ്റെയും നാടകങ്ങൾ നിഴൽ പോലെ കണ്ടു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബംഗ്ലാവിന് പുറത്തുള്ള ചെറിയ ഗാർഡൻ ലൈറ്റുകൾ ഒന്നിച്ചണഞ്ഞു. കനത്ത മഞ്ഞ് വീണ്ടും താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. അന്തരീക്ഷത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്തൊരു രാസവസ്തുവിൻ്റെ മണം പടർന്നു പിടിച്ചു. അത് ലാവൻഡറിൻ്റെ മണമായിരുന്നില്ല, മറിച്ച് കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലുള്ള ഏതോ വിഷച്ചെടിയുടെ രൂക്ഷഗന്ധമായിരുന്നു. റബേക്ക, മൂക്കുപൊത്തു! ആന്റണി ഉറക്കെയലറി. അവൻ വേഗത്തിൽ റബേക്കയുടെ കൈപിടിച്ച് ബംഗ്ലാവിനുള്ളിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. പക്ഷേ വായുവിലൂടെ ആ നാറ്റം വാതിലിൻ്റെ വിടവുകളിലൂടെ അകത്തേക്ക് പടരാൻ തുടങ്ങിയിരുന്നു. തൊട്ടടുത്ത നിമിഷം ആന്റണിയുടെ ഫോണിലേക്ക് ഒരു ചിത്ര സന്ദേശം എത്തി. ആന്റണി ഫോൺ തുറന്നു നോക്കി. അതിൽ കുരിശുമലയിലെ പ്രധാന കുടിവെള്ള റിസർവോയറിൻ്റെ ചിത്രമായിരുന്നു. ആ റിസർവോയറിന് മുകളിൽ കറുത്ത കോട്ടിട്ട ഒരു രൂപം നിൽക്കുന്നു. അവൻ്റെ കയ്യിൽ വലിയൊരു കണ്ണാടി കുപ്പിയുണ്ട്. അതിനുള്ളിൽ കറുത്ത ദ്രാവകം തിളങ്ങി നിൽക്കുന്നു. ചിത്രത്തിന് താഴെ ഒരു വരി മാത്രം കുറിച്ചിരുന്നു. ഇത് വായുവിൽ പടരുന്ന ഒന്നല്ല, വെള്ളത്തിലെലിയുന്ന ഒന്നാണ്. കുരിശുമലയിലെ ജനങ്ങൾ രാവിലെ കുടിക്കാൻ പോകുന്ന വെള്ളത്തിൽ റൊസാലിയയുടെ അന്തിമവിധി ഞാൻ കലർത്താൻ പോകുന്നു. ഇനി നിനക്ക് ലഭിക്കുന്ന സമയം വെറും 30 മിനിറ്റ്. ആന്റണിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി. കുരിശുമലയിലെ റിസർവോയർ മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും വെള്ളം താഴേക്ക് ഒഴുകിയെത്തിയാൽ ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും ആ വിഷമെത്തും. നാളെ പുലരുമ്പോഴേക്കും കുരിശുമല ഒരു വലിയ ശ്മശാനമായി മാറും. റബേക്ക, നമുക്ക് റിസർവോയറിലേക്ക് പോകണം, ആന്റണി തോക്ക് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആന്റണി, ഈ കനത്ത മഴയിലും മഞ്ഞിലും മലമുകളിലേക്ക് ജീപ്പ് പോകില്ല. വഴിയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, റബേക്ക ഭയത്തോടെ പറഞ്ഞു. നടന്നാണെങ്കിലും നമുക്ക് അവിടെ എത്തിയേ പറ്റൂ, ആന്റണി ഉറപ്പിച്ചു പറഞ്ഞു. ഈ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. അവർ ബംഗ്ലാവിൻ്റെ പിൻവാതിലിലൂടെ പുറത്തിറങ്ങി മലമുകളിലേക്കുള്ള ഇടുങ്ങിയ കാട്ടുപാതയിലൂടെ ഓടാൻ തുടങ്ങി. മഴ വീണ്ടും കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. വഴക്കിലുള്ള കൽപ്പടവുകളും ചെളിയ നിറഞ്ഞ വഴിയിൽ ഓരോ ചൂടും മരണത്തോടുള്ള പോരാട്ടമായിരുന്നു. മുന്നോട്ടോടും തോറും ആന്റണിയുടെ മനസ്സിൽ സംശയങ്ങൾ ഇരമ്പിക്കയറി. ആരാണ് ഈ പുതിയ ശത്രു? റൊസാലിയയുടെ യഥാർത്ഥ കുടുംബാംഗം ആരായിരിക്കും? പാതി വഴിയിൽ വെച്ച് കാട്ടിലെ
ഒരു പഴയ മരപ്പാലം കിടക്കുമ്പോൾ പെട്ടെന്ന് പാലത്തിന്റെ കയറുകൾ ആരോ വെട്ടിമാറ്റിയതുപോലെ പൊട്ടി വീണു. ആന്റണി! റബേക്ക നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് മറിഞ്ഞു. ആന്റണി വേഗത്തിൽ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റി. പാലത്തിന്റെ പകുതി ഭാഗം താഴ്ചയുള്ള അരുവിയിലേക്ക് പതിച്ചു. അപ്പുറത്ത് ഇരുണ്ട മരങ്ങൾക്കിടയിൽ ആ കറുത്ത രൂപം നിന്നിരുന്നു. അവൻ ഉയർന്ന ശബ്ദത്തിൽ ചിരിച്ചു. ആ ചിരി കാട്ടിൽ പ്രതിധ്വനിച്ചു. വളരെ വൈകിപ്പോയി ഇൻസ്പെക്ടർ. നിങ്ങളുടെ ഈ പോരാട്ടം വെറുതെയാണ്. 50 വർഷം മുൻപ് ഈ ഗ്രാമം എൻ്റെ കുടുംബത്തോട് ചെയ്ത അനീതിക്ക് ഈ ഗ്രാമത്തിലെ അവസാനത്തെ കുട്ടിയുടെ ശ്വാസം വരെ നിൽക്കുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല. ആ രൂപം തിരിഞ്ഞ് മലമുകളിലേക്ക് അതിവേഗം ഓടിപ്പോയി. അവൻ റിസർവോയറിലേക്ക് പോവുകയാണ്. ആന്റണി പല്ലുകൾ ഞെരിച്ചു. റബേക്ക, ആ അരുവിയുടെ മുകളിലൂടെയുള്ള മറ്റേ വഴിയിലൂടെ നമുക്ക് ഓടാം. സമയം അതിവേഗം പാഴായിക്കൊണ്ടിരുന്നു. 30 മിനിറ്റിൽ 15 മിനിറ്റും കഴിഞ്ഞു പോയിരിക്കുന്നു. അവർ സർവ്വശക്തിയുമെടുത്ത് കാട്ടിലൂടെ റിസർവോയർ ലക്ഷ്യമാക്കി പാഞ്ഞു. മലമുകളിലെത്തിയപ്പോൾ കൂറ്റൻ കോൺക്രീറ്റ് റിസർവോയറും അതിനു ചുറ്റുമുള്ള ഇരുമ്പ് വേലികളും തെളിഞ്ഞു കണ്ടു. റിസർവോയറിന്റെ മുകളിൽ ആ കറുത്ത രൂപം നിൽപ്പുണ്ടായിരുന്നു. അവൻ തന്റെ കയ്യിലിരുന്ന കറുത്ത ദ്രാവകമടങ്ങിയ കണ്ണാടി കുപ്പിയുടെ മൂടി തുറക്കുകയായിരുന്നു. നിൽക്കൂ! ആന്റണി തോക്കുയർത്തി അവന്റെ നേർക്ക് വെടിവെച്ചു. വെടിയുണ്ട അവന്റെ തോളിൽ തൊട്ടുരുമി പാഞ്ഞു പോയി. അവൻ ഞെട്ടലോടെ തിരികെ നോക്കി. ഇൻസ്പെക്ടർ, നീ വൈകിപ്പോയി. അവൻ ഭ്രാന്തമായി അലറിക്കൊണ്ട് ആ കുപ്പി വെള്ളത്തിലേക്ക് ഒഴിക്കാനാഞ്ഞു. എന്നാൽ ആ നിമിഷത്തിൽ റബേക്ക തറയിൽ കിടന്ന ഒരു വലിയ കല്ലെടുത്ത് അവന്റെ കൈ ലക്ഷ്യമാക്കി ശക്തിയായി എറിഞ്ഞു. കല്ല് കൃത്യമായി അവന്റെ കയ്യിൽ കൊണ്ടു. കണ്ണാടി കുപ്പി അവന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് റിസർവോയറിന്റെ കോൺക്രീറ്റ് തറയിലേക്ക് വീണ് തകർന്നു. വിഷദ്രാവകം വെള്ളത്തിൽ കലരാതെ കോൺക്രീറ്റിലേക്ക് പടർന്നു പിടിച്ചു. ഇല്ല! അവൻ അലറി. ആന്റണി മുന്നോട്ട് പാഞ്ഞു ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. രണ്ടുപേരും റിസർവോയറിന്റെ ഉയർന്ന തട്ടിൽ നിന്ന് താഴേക്ക് ചെളിയിലേക്ക് തെറിച്ചു വീണു. ആന്റണി പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ ഗ്യാസ് മാസ്ക് ശക്തിയെ വലിച്ചൂരിയെടുത്തു. കനത്ത മഴയിൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ വില്ലന്റെ മുഖം തെളിഞ്ഞപ്പോൾ ആന്റണിയും റബേക്കയും അക്ഷരാർത്ഥത്തിൽ നിശ്ചലരായി പോയി. അതവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അത് ആ ഗ്രാമത്തിലെ പാവത്താനായ എല്ലാവരെയും സഹായിച്ചിരുന്ന ഡോക്ടർ റബേക്കയുടെ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ സാമുവലായിരുന്നു. ഇളയച്ച, നിങ്ങളോ? റബേക്ക അവിശ്വാസത്തോടെ നിലവിളിച്ചു. സാമുവലിന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി തെളിഞ്ഞു. അതെ റബേക്ക, നിന്റെ സ്വന്തം ചോര. റൊസാലിയ എൻ്റെ അമ്മയായിരുന്നു. പീറ്ററിൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കൊന്നപ്പോൾ നിന്റെ അച്ഛൻ എന്നെ രഹസ്യമായി വളർത്തി. പക്ഷേ എൻ്റെ ഉള്ളിലെ പ്രതികാരത്തിൻ്റെ തീ അണഞ്ഞിരുന്നില്ല. ആന്റണി തോക്ക് സാമൂലിൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടി. എല്ലാം കഴിഞ്ഞു സാമൂൽ. നിന്റെ പ്രതികാരം ഇവിടെ അവസാനിക്കുന്നു. സാമൂൽ കട്ട പിടിച്ച രക്തം തുപ്പിക്കൊണ്ട് ഉറക്കെ ചിരിച്ചു. തീർന്നില്ല ഇൻസ്പെക്ടർ. ഞാൻ ഈ കുപ്പി മാത്രമല്ല കൊണ്ടുവന്നത്. റിസർവോയറിൻ്റെ അടിയിൽ ഞാൻ ടൈമർ വെച്ചൊരു കെമിക്കൽ ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി വെറും 2 മിനിറ്റ്. അത് പൊട്ടുമ്പോൾ ഈ വിഷം മുഴുവൻ വെള്ളത്തിൽ കലരും. കുരിശുമല പൂർണ്ണമായും നശിക്കും. റിസർവോയറിന് താഴ്ഭാഗത്തു നിന്ന് റെഡ് ലൈറ്റ് വിചിത്രമായി മിന്നാൻ തുടങ്ങി. ടൈമർ ഓടുന്നു. ആന്റണിയും റബേക്കയും ഞെട്ടലോടെ ആ ബോംബിലേക്ക് നോക്കി. സമയം അതിവേഗം അവസാനിക്കുകയായിരുന്നു. ഡിജിറ്റൽ ടൈമർ ചുവന്ന വെളിച്ചത്തിൽ അതിവേഗം താഴെ കണ്ടിക്കൊണ്ടിരുന്നു. ആന്റണി, നമുക്ക് സമയമില്ല! റബേക്ക പരിഭ്രാന്തിയോടെ നിലവിളിച്ചു. ഇതൊരു സാധാരണ ബോംബല്ല. ടൈമറിനൊപ്പം കെമിക്കൽ ഫ്യൂസും ഇതിലുണ്ട്. സാമുവൽ താഴെ ചെളിയിൽ കടന്ന് ഭ്രാന്തമായി ചിരിച്ചു. ശ്രമിക്കേണ്ട ഇൻസ്പെക്ടർ. റൊസാലിയുടെ രസതന്ത്രം നിനക്ക് നിർവീര്യമാക്കാൻ കഴിയില്ല. ഇതിൻ്റെ കേബിളുകൾ തെറ്റായി മുറിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഇത് പൊട്ടിത്തെറിച്ച് ആ വിഷം മുഴുവൻ വെള്ളത്തിൽ കലരും. ആന്റണി സാമുവലിൻ്റെ ഭീഷണി അവഗണിച്ച് ബോംബിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അതിലേക്ക് അടിച്ചു. സങ്കീർണമായ സർക്യൂട്ടുകൾക്കിടയിൽ 3 പ്രധാന വയറുകൾ ഉണ്ടായിരുന്നു. പച്ച, കറുപ്പ്, പിന്നെ വിഷത്തിൻ്റെ നിറമുള്ള ചുവപ്പ്. റബേക്ക, റൊസാലിയുടെ ഡയറിയെക്കുറിച്ച് നീ മുമ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആന്റണി ഉറക്കെ ചോദിച്ചു. അതിൽ ആ രാസവസ്തു നിർവീര്യമാക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സമയം വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റബേക്ക ഓർമ്മകൾ തിരികെ വിളിക്കാൻ ആഞ്ഞു ശ്രമിച്ചു. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, റൊസാലിയുടെ പരീക്ഷണങ്ങളിൽ ആസിഡ് സ്വഭാവമുള്ള വിഷത്തെ നിർവീര്യമാക്കാൻ ആൽക്കലൈൻ ബാസാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ട്രിഗർ സർക്യൂട്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓർത്തു നോക്ക് റബേക്ക, ഈ ബോംബിൻ്റെ ട്രിഗർ മെക്കാനിസം സാമുവൽ ഡിസൈൻ ചെയ്തത് റൊസാലിയുടെ ഫോർമുലയെ അടിസ്ഥാനമാക്കിയാണ്. ആന്റണിയുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പും മഴവെള്ളവും ഒന്നിച്ചൊഴുകി ഇറങ്ങി.
കറുപ്പ്, റബേക്ക പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. കറുപ്പാണ് റൊസാലിയ ഉപയോഗിച്ച കരിഞ്ഞുണങ്ങിയ വിഷച്ചെടിയുടെ പ്രതീകം. എന്നാൽ അത് നെഗറ്റീവ് ഗ്രൗണ്ട് വയറാണ്, അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ. സാമുവലിൻ്റെ ഷർട്ടിലേക്ക് നോക്കൂ. ആന്റണി സാമുവലിൻ്റെ നേർക്ക് തിരിഞ്ഞു. സാമുവലിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ വയർ കട്ടറും കൈത്തണ്ടയിൽ പച്ച നിറത്തിലുള്ള ഒരു ടാറ്റുവും ഉണ്ടായിരുന്നു. അത് വിഷസസ്യത്തിൻ്റെ ആൻറ്റിടോക്സിൻ ചെടിയുടേതായിരുന്നു. സാമുവൽ താൻ രക്ഷപ്പെടാൻ വേണ്ടി ആ വഴി തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ആന്റണിക്ക് മനസ്സിലായി. ഇനി കേവലം 35 സെക്കൻഡുകൾ മാത്രം. പച്ചവയർ, ആന്റണി ഉറപ്പിച്ചു. സാമുവൽ അപകടത്തിൽപ്പെട്ടാൽ സ്വന്തം ബോംബ് നിർവീര്യമാക്കാൻ കരുതി വെച്ച വയറായിരുന്നു അത്. വേണ്ട, അത് മുറിക്കരുത്. സാമുവലിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ പരിഭ്രാന്തനായി ആന്റണിയുടെ കാലിൽ പിടിക്കാനാഞ്ഞു. ആന്റണി സാമുവലിനെ ഒറ്റ ചവിട്ടിന് ദൂരേക്ക് തെറിപ്പിച്ചു. പോക്കറ്റിൽ നിന്നും വെട്ടുകത്തി പുറത്തെടുത്ത് യാതൊരു മടിയുമില്ലാതെ ആ പച്ചവയർ ഒറ്റ വെട്ടിന് മുറിച്ചു. കേവലം 5 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ ടൈമർ പെട്ടെന്ന് നിശ്ചലമായി. ചുവന്ന ലൈറ്റിന് പകരം ഒരു പച്ച ലൈറ്റ് മിന്നി നിന്നു. ബോംബിലെ കെമിക്കൽ റിലീസ് വാൽവ് പൂട്ടിപ്പോകുന്ന ചെറിയൊരു ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. സാമുവൽ തറയിൽ കിടന്ന് അലറി വിളിച്ചു. ഇല്ല, ഇത് നടക്കില്ല, എൻ്റെ 50 വർഷത്തെ കാത്തിരിപ്പ്. ആന്റണി ദീർഘനിശ്വാസത്തോടെ തറയിലേക്കിരുന്നു. റബേക്ക ഓടി വന്ന് ആന്റണിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ആശ്വാസത്തിൻ്റെ കണ്ണുനീരൊഴുകി. പെട്ടെന്ന് മലമുകളിലേക്ക് കൂടുതൽ പോലീസ് വാഹനങ്ങളുടെ സൈറൻ ശബ്ദവും ലൈറ്റുകളും പടർന്നു പിടിച്ചു. ആന്റണി നേരത്തെ അയച്ച സന്ദേശമനുസരിച്ച് ഫോഴ്സ് സ്ഥലത്തെത്തിച്ചേർന്നതായിരുന്നു. പോലീസുകാർ ഓടിയെത്തി സാമുവലിനെ വിലങ്ങണിയിച്ചു. ബോംബ് സ്ക്വാഡ് വന്ന് ആ കെമിക്കൽ ബോംബ് സുരക്ഷിതമായി നിർവീര്യമാക്കി മാറ്റി. എല്ലാം കഴിഞ്ഞ് സാമുവൽ. ആന്റണി എഴുന്നേറ്റ് തൻ്റെ റിവോൾവർ ബെൽറ്റിലിട്ടു. റൊസാലിയയുടെ ശാപം കുരിശുമലയെ നശിപ്പിക്കാനല്ല, നിന്നെപ്പോലുള്ള ക്രൂരന്മാരുടെ അന്ത്യം കുറിക്കാനാണ് ഇത്രയും കാലം കാത്തിരുന്നത്. സാമുവലിനെ വഹിച്ചുകൊണ്ട് പോലീസ് വാനുകൾ താഴേക്ക് പോയി. ആന്റണിയും റബേക്കയും നേരം പുലരുന്നതുവരെ റിസർവോയറിന് കാവൽ നിന്നു. രാവിലെ 8 മണിയോടെ കുരിശുമലയിലെ മഞ്ഞപ്പടലങ്ങൾ പൂർണ്ണമായും വഴിമാറിയിരുന്നു. 50 വർഷത്തെ ഭീതിക്കും അന്ധവിശ്വാസത്തിനും വിരാമമിട്ട സൂര്യപ്രകാശം ഗ്രാമത്തിലെ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവുകൾക്ക് മേൽ തെളിച്ചത്തോടെ പതിച്ചു. അടിയന്തരമായി തലസ്ഥാനത്ത് നിന്നുമെത്തിയ വലിയ പോലീസ് സംഘവും സായുധ സേനയും കുരിശുമലയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു. പീറ്റർ, കോൺസ്റ്റബിൾ ജോസഫ്, കൂടാതെ തോമസിന്റെ അനുയായികൾ എന്നിവരെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആന്റണിയും റബേക്കയും വീണ്ടും കുരിശുമല പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തി. സ്റ്റേഷന് മുന്നിൽ ഗ്രാമവാസികൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം തങ്ങളെ അന്ധവിശ്വാസത്തിൽ തളച്ചിട്ട് സ്വന്തം ലാഭത്തിനായി ഉപയോഗിച്ച പീറ്ററിൻ്റെയും പ്രതികാരത്തിനായി നാടിനെ മുക്കാൻ നോക്കിയ സാമുവലിൻ്റെയും കഥകൾ കേട്ട് ഗ്രാമവാസികൾ അമ്പരന്ന് നിന്നു. ഇൻസ്പെക്ടർ ആന്റണി, നിങ്ങളുടെയും ഡോക്ടർ റബേക്കയുടെയും ധീരത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഗ്രാമം ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് ആന്റണിയുടെ കൈപിടിച്ച് അഭിനന്ദിച്ചു. കേസിന്റെ മുഴുവൻ അന്വേഷണ റിപ്പോർട്ടും മേലധികാരികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. കുരിശുമലയിലെ ഈ കേസ് പോലീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ കേസുകളിലൊന്നായി രേഖപ്പെടുത്തും. നന്ദി സാർ, ആന്റണി പതുക്കെ പറഞ്ഞു. പക്ഷേ അവൻ്റെ മുഖത്ത് പൂർണ്ണമായ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സ് എന്തോ ഒരു അപായ സൂചന ഇപ്പോഴും നൽകുന്നുണ്ടായിരുന്നു. റബേക്ക ആന്റണിയുടെ അടുത്തേക്ക് വന്നു. എന്താണ് ആന്റണി, ഇത്രയും വലിയൊരു പോരാട്ടം നമ്മൾ ജയിച്ചില്ലേ? ഇനി എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത്? റബേക്ക, സാമുവൽ ആ റിസർവോയറിൽ വെച്ച് അവസാനമായി പറഞ്ഞ ചില കാര്യങ്ങൾ. ആന്റണി ചിന്താകുലനായി പറഞ്ഞു. റൊസാലിയയുടെ അന്ധവിശ്വാസമല്ല, മറിച്ച് അവൾ വികസിപ്പിച്ചെടുത്ത ആ കെമിക്കൽ ഫോർമുലകൾ. തോമസ് കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചു. സാമുവൽ ബോംബുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ റൊസാലിയയുടെ ഗവേഷണങ്ങൾ മുഴുവനായി ഇറങ്ങിയ ആ പ്രധാന ഗ്രന്ഥം, അല്ലെങ്കിൽ നോട്ട്ബുക്ക്, അത് പള്ളിയുടെ താഴ്ത്ത നിലയിൽ നമ്മൾ കണ്ടില്ല. അത് കത്തിപ്പോയിട്ടുമില്ല. അത് സാമുവലിൻ്റെ കൈവശമുണ്ടായിരുന്നിരിക്കാം, റബേക്ക പറഞ്ഞു. അതും നശിച്ചിട്ടുണ്ടാകും. അതോ മറ്റാരുടെയെങ്കിലും കൈകളിൽ എത്തിയതാണോ? ആന്റണി റബേക്കയെ സൂക്ഷിച്ചു നോക്കി. അതിനിടയിൽ സ്റ്റേഷൻ റൂമിലേക്ക് ഒരു ജൂനിയർ ഓഫീസർ ഓടി വന്നു. സർ, സെന്റ് മേരീസ് പള്ളിയുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് അവിടുത്തെ കൽപ്പിത്തികൾക്കിടയിൽ നിന്ന് പഴയൊരു പെട്ടി ലഭിച്ചിട്ടുണ്ട്. അതിൽ ചില പഴയ പത്രക്കുറിപ്പുകളും രേഖകളുമുണ്ട്. ആന്റണിയും റബേക്കയും എസ് പിയും വേഗത്തിൽ ആ ബോക്സ് തുറന്ന് പരിശോധിച്ചു. അതിൽ 50 വർഷം മുൻപത്തെ ചില ഡയറി താളുകളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു.
ആ ചിത്രങ്ങളിലൊന്ന് കണ്ട റബേക്കയുടെ ശ്വാസം നിലച്ചു പോയി. അതൊരു പഴയ കുടുംബചിത്രമായിരുന്നു. റൊസാലിയുടെ ഒപ്പം ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ ചിത്രത്തിൻ്റെ പുറകുവശത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകൾ റൊസാലിയയ്ക്കും അവളുടെ ഇരട്ടക്കുട്ടികളായ സാമൂലിനും റോബർട്ടിനും. റോബർട്ട്! ആന്റണി ഞെട്ടലോടെ അലറി. റൊസാലിയയ്ക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു കണ്ണുകൂടി ഈ വംശത്തിൽ ബാക്കിയുണ്ട്. SP ഞെട്ടലോടെ പറഞ്ഞു. പെട്ടെന്ന് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ വിറപ്പിച്ചുകൊണ്ട് ശബ്ദിക്കാൻ തുടങ്ങി. ആന്റണി റിസീവർ കയ്യിലെടുത്തു. ഹലോ, കുരിശുമല പോലീസ് സ്റ്റേഷൻ. അപ്പുറത്തു നിന്ന് കാതടുപ്പിക്കുന്ന നിലവിളികളും വലിയൊരു അലർച്ചയുമാണ് കേട്ടത്. തുടർന്ന് ശാന്തവും എന്നാൽ കഠിനവുമായ ഒരു അപരിചിത ശബ്ദം മുഴങ്ങി. ഇൻസ്പെക്ടർ ആന്റണി, എൻ്റെ സഹോദരൻ സാമൂലിനെയും അനന്തരവൻ തോമസിനെയും നിങ്ങൾ ഇല്ലാതാക്കി എന്ന് കരുതി സന്തോഷിക്കണ്ട. റൊസാലിയുടെ യഥാർത്ഥ പ്രതികാരവും അവരുടെ സാത്താനിക് രസതന്ത്രത്തിൻ്റെ പൂർണ്ണമായ വിനാശശക്തിയും കൈവശമുള്ളത് എന്നിലാണ്. കുരിശുമലയിലെ വിധി നിങ്ങൾ തടഞ്ഞു. പക്ഷേ അന്തിമ വിധി നടപ്പിലാക്കാൻ പോകുന്നത് ഈ നാട്ടിലല്ല, പകരം ഈ നഗരത്തിലും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലുമാണ്. ആരാണ് നീ? ആന്റണി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ റോബർട്ട്, റൊസാലിയയുടെ 2ാമത്തെ രക്തം. കുരിശുമലയിലെ കളി കേവലം ഒരു തുടക്കം മാത്രമായിരുന്നു. ഇനി വരാൻ പോകുന്നത് യഥാർത്ഥ ഇരുട്ടാണ്. നിങ്ങളുടെ അടുത്ത ഓരോ ചൂടും മരണത്തിൻ്റെ താഴ്വരയിലേക്കായിരിക്കും. ഫോൺ കോൾ തനിയെ വിച്ഛേദിക്കപ്പെട്ടു. ആന്റണി റിസീവർ താഴെ വെച്ചു. അവൻ റബേക്കയുടെയും SP-യുടെയും മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ വീണ്ടും ആ പഴയ ഭയം നിഴലിക്കാൻ തുടങ്ങിയിരുന്നു. കുരിശുമലയിലെ ആദ്യത്തെ അധ്യായം സാത്താനിക് അന്ധവിശ്വാസങ്ങളുടെയും 50 വർഷത്തെ പ്രതികാരത്തിൻ്റെയും കഥ പറഞ്ഞ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ കൂടുതൽ അപകടകാരിയായ റോബർട്ടിൻ്റെ കടന്നുവരവോടെ റൊസാലിയുടെ ശാപവും അതിനു പിന്നിലെ യഥാർത്ഥ നിഗൂഢതകളും തുടരാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിലാണ്. പെയ്യുന്ന മഴ പൂർണ്ണമായി നിലച്ച് കാട് ശാന്തമായെങ്കിലും പുതിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായുള്ള നിശബ്ദത കുരിശുമലയെയും ആന്റണിയുടെ ജീവിതത്തെയും വരിഞ്ഞു മുറുക്കുകയായിരുന്നു.